പ്രൈസ് ദി ലോർഡ്. ബഹുമാനപ്പെട്ട അച്ഛന്മാർ, यहाँ पर उपस्थित अच्चन, ദൈവത്തിൻ്റെ ദാസീദാസന്മാർ, വിലയേറിയ ദാസീദാസന്മാർ, प्रभु के महत्वपूर्ण दास और दासियां, കൂടി വന്നിരിക്കുന്ന ദൈവജനമേ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ यहाँ पर അറിയിക്കട്ടെ. उपस्थित हर एक लोगों को मैं प्रभु यीशु मसीह के नाम में अभिवादन देता हूँ. ലെനർഡ് റൈവൻഹിൽ ഇപ്രകാരം പറഞ്ഞു, ट्राइबल हिल ने ऐसा कहा है, ഞാൻ പിശാചിനെ ഭയക്കുന്നില്ല, मैं शैतान से डरता नहीं हूँ, എന്നാൽ പ്രസംഗപീഠത്തിൻ്റെ പിൻപിൽ ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ മുട്ട് വിറയ്ക്കാറുണ്ട്. लेकिन जब प्रचार मंच के पीछे खड़े होता हूँ तो मेरे घुटने टकराते हैं, കാരണം ദൈവവചനത്തിൻ്റെ പ്രസക്തി അത്രമാത്രം. क्योंकि परमेश्वर के वचन की सामर्थ्य उतनी बड़ी है. ഇന്ന് എനിക്ക് അത് മാത്രമല്ല, എൻ്റെ മുമ്പിൽ ഞാൻ കാണുന്നത് केवल यही नहीं, मैं अपने सामने में ऐसे लोगों को देखता हूँ, സാക്ഷികളുടെ വലിയ സമൂഹം. गवाहों का बहुत बड़ा बादल में देखता हूँ. ഏത് ഡിറക്ഷനിൽ നോക്കി പ്രസംഗിക്കാൻ എനിക്ക് പ്രയാസമാണ്. किसी भी दिशा में देख करके प्रचार करना मुझे कठिन सा लग रहा है. ചില ദിശയിലേക്ക് നോക്കുമ്പോൾ പ്രസംഗകരുടെ ഒരു കൂട്ടമാണ്, किसी एक तरफ देखूं तो प्रचारकों की भीड़ नजर आ रही है. ചില സ്ഥലങ്ങളിലേക്ക് നോക്കുമ്പോൾ കർത്താവിന് വേണ്ടി വലിയ വില കൊടുത്ത് कुछ कोने में देखता हूं जो परमेश्वर के लिए बहुत बड़ा मूल्य जिन्होंने चुकाया है. ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ കണ്ടുവരുന്ന കുറേ മുഖങ്ങൾ. कुछ ऐसे लोगों के चेहरों को मैं देखता हूं जो मैंने बचपन से ही देखा है. യോഹന്നാൻ സ്നാപകൻ്റെ ഭാഷയിൽ ഒരുപക്ഷെ ചിലരുടെ ഒന്നും ചെരുപ്പിൻ്റെ വാർ അഴിക്കാൻ എനിക്ക് യോഗ്യതയില്ല. और यूहन्ना की भाषा में अगर कहूं, मैं उनके जूते के बंद खोलने के योग्य नहीं हूं. എന്നാൽ ദൈവവചനത്തിൻ്റെ അധികാരത്തിൽ, लेकिन परमेश्वर के वचन के अधिकार में കർത്താവ് നമ്മളോട് സംസാരിക്കും എന്നുള്ള വിശ്വാസത്തിൽ मैं ये पूर्ण विश्वास करता हूं कि प्रभु हमसे बोलेगा. നെഹമ്യാവിൻ്റെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ नहम्याह की किताब उसका पहला अध्याय 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ആരെങ്കിലും ഒന്ന് വായിച്ചാൽ, നെഹമ്യാവിൻ്റെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. नहम्याह उसका पहला अध्याय 1 से लेकर 6वीं आयत तक कोई മതി. നെഹമ്യാവിൻ്റെ പുസ്തകം 9-ാമത്തെ അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം കൂടെ ഞാനൊന്ന് വായിച്ചുകൊള്ളട്ടെ. പിന്നെ അവർ തങ്ങളുടെ നിലയിൽ തന്നെ എഴുന്നേറ്റ് നിന്ന് അന്ന് ഒരു യാമത്തോളം തങ്ങളുടെ ദൈവമായ യഹോവയുടെ ന്യായപ്രമാണ പുസ്തകം വായിച്ചു കേൾക്കുകയും പിന്നെ ഒരു യാമത്തോളം പാപങ്ങളെ ഏറ്റുപറഞ്ഞ് തങ്ങളുടെ ദൈവമായ യഹോവയെ നമസ്കരിക്കുകയും ചെയ്തു. मैं नहम्याह उसके 9वें अध्याय के 3रे आयत को भी आपके सामने पढ़ना चाहता हूँ. उन्होंने अपने अपने स्थान पर खड़े होकर प्रभु परमेश्वर की व्यवस्था ग्रंथ का पाठ एक पहर तक किया. दिन के दूसरे पहर तक वे पाप स्वीकार करते और प्रभु की आराधना करते रहे. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. एक क्षण हम प्रार्थना करें. കർത്താവേ, ഇന്ന് നിൻ്റെ വചനത്തിൻ്റെ മുമ്പാകെ ഞങ്ങൾ ഇരിക്കുന്നു. हे प्रभु, आपके वचन के सामने हम आज खड़े हैं. ഉണർവിനെക്കുറിച്ചാണല്ലോ കർത്താവെ ഞങ്ങൾ ഈ ദിവസങ്ങളിലെല്ലാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. इन दिनों में हमने जागृति के विषय में हम सीख रहे हैं. प्रभु, നിന്റെ വചനത്തിലൂടെ ഞങ്ങളെ ഉണർത്തണമേ എന്ന് പ്രാർത്ഥിക്കുക. अपने वचन के द्वारा हमें जागृत कर प्रभु. ഞങ്ങളോട് സംസാരിക്കണമേ, हमसे बात, ഇടപെടണമേ, हमसे व्यवहार कर. അടിയനെ ക്രൂശിന്റെ മറവിൽ നിർത്തിക്കണേ. प्रभु जी, हमें अपने क्रूस के पीछे साए में रखना. യേശു മുഖാന്തരം യാചിക്കുന്ന കൃപയോടെ കേൾക്കണമേ. यीशु के नाम से हम याचना करते हैं. आमीन. ഇന്ന് തലക്കെട്ട് ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് ദൈവം ഉപയോഗിക്കുന്ന മനുഷ്യൻ, ദ മാൻ ദാറ്റ് ഗോഡ് യൂസസ്. मैं आज अपने प्रचार का विषय ये देना चाहता हूँ कि ऐसा व्यक्ति जिसका उपयोग परमेश्वर करता है. ഈ നെഹമ്യാവിന്റെ പുസ്തകത്തിലേക്ക് നാം തിരിയുമ്പോൾ, जब नहम्याह की किताब की ओर हम लौटते हैं, നമ്മൾ കാണുന്ന ഒരു കാര്യം, हम यहाँ पर एक विशेष बात देखते हैं. 539 BC-യിൽ 539 BC में പാർസി രാജാവായ കോരേശ് ബാബിലോണിയെയും അതുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിനെ യഹൂദയും കീഴടക്കി. और ये राजा जो था इस्राएलियों के ऊपर वो राज्य करने लगा. അവരെ പിടിച്ചെടുത്തത് കൊണ്ട് और उनको जब उनके ऊपर जब शासन करने ഒരു लगा, വർഷത്തിന് ശേഷം എസ്രാ പ്രവാചകനെയും സെറുബാബേലിനെയും കൂടെ തിരിച്ച് ആലയം പണിയുവാൻ അനുവാദം കൊടുത്തു അയച്ചു. एज्रा और जरुब्बाबेल को उस देवालय का पुनर्निर्माण करने के लिए वापस भेजा. എന്നാൽ ആലയം പണിത് തീർത്തെങ്കിലും हालांकि निर्माण कार्य तो हो गया, മതിലുകൾ തകർന്നു കിടക്കുന്ന അനുഭവം. उसकी शहरपना टूटी हुई है. അതിനുശേഷം 13 വർഷങ്ങൾക്ക് ശേഷമാണ് നെഹമ്യാവിനെ അയക്കുന്നത്. उसके करीब 13 साल बाद नहम्याह को भेजा गया ആ മതിലുകൾ പണിയാൻ വേണ്ടി, उस शहरपना का निर्माण करने के लिए. ആ അവസ്ഥ നമ്മൾ നോക്കുമ്പോൾ इस अवस्था पर जरा ध्यान करें. ദൈവാലയമുണ്ട്, देवालय तो है, ആരാധനയുണ്ട്, आराधना भी चल रही സകല है, കാര്യകർമ്മങ്ങളുമുണ്ട്, सारे काम अच्छे से चल रहा है, എന്നാൽ മതിലുകൾ തകർന്നു കിടക്കുന്ന അനുഭവം. लेकिन शहरपना टूटी है. ഇന്ന് പല വിശ്വാസികളെ നാം നോക്കുമ്പോൾ आज हम जब अनेकों विश्वासियों की नजर डालते हैं, ഏകദേശം ഇതാണ് നമ്മൾ കാണുന്നത്. हम उनके जीवन में यही तो देखते हैं. രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? अगर क्या आपने उद्धार पाया है? കർത്താവുമായിട്ട് ബന്ധമുണ്ടോ? क्या परमेश्वर के साथ संबंध है? എല്ലാം ഉണ്ട്. सब कुछ है.
പക്ഷെങ്കിൽ लेकिन മതിലുകൾ തകർന്നു കിടക്കുന്ന അനുഭവം. उनकी शहरपनाह टूटी हुई है. അതുകൊണ്ട് इसलिए നെഹമ്യാവ് പറഞ്ഞതുപോലെ जैसा नहम्याह ने कहा, ആളുകളുടെ മുമ്പിൽ ഒരു അപമാനം, हम लोगों के सामने हमारा अपमान हो रहा है. എന്തിനും അകത്തേക്ക് പ്രവേശിക്കാം, ഒന്നിനെയും ഉള്ളിൽ പിടിച്ചു വരുത്താൻ ഒക്കത്തില്ല. कोई भी अंदर आ सकता है, अंदर हम किसी को थाम नहीं Anything can सकते. come in, anything can go out. There is absolutely no control. कोई भी अंदर आ सकता है, कभी भी आप बाहर जा सकते हैं, नियंत्रण है ही नहीं. ഇതല്ലയോ നാം ചുറ്റും നോക്കുമ്പോൾ കാണുന്നത്? आज यही तो चारों ओर दिख रहा है. വ്യക്തിപരമായ ജീവിതങ്ങളിൽ മതിലുകൾ തകർന്നു. व्यक्तिगत जीवन के अंदर शहरपनाह टूटी है. തെറ്റും ശരിയും തമ്മിലുള്ള വ്യത്യാസമില്ലാതെ ജീവിക്കുന്നവർ, सही और गलत के बीच में हम निर्णय नहीं कर पा रहे. കുടുംബങ്ങളിൽ മതിലുകൾ തകർന്നു കിടക്കുന്നു. पारिवारिक जो शहरपनाह टूटी हुई है, അപ്പനും മക്കളും തമ്മിൽ ബന്ധമില്ല, माता पिता के बीच में बंधन नहीं, ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധമില്ല, पति पत्नी के बीच संबंध नहीं है, സമൂഹത്തിൽ മതിലുകൾ തകർന്നു കിടക്കുന്നു. समूह समाज के बीच का दीवारें टूटी हैं. There is no purity, there is no unity, there is no integrity. एकता नहीं, अखंडता नहीं, शुद्धता कतई नहीं. മതിലുകൾ തകർന്നു കിടക്കുക. शहरपनाह टूटी हुई है. എന്നാൽ മതിലുകൾ തകർന്നു കിടക്കുമ്പോൾ लेकिन जब शहरपनाह टूटी है, God is looking for one man. परमेश्वर एक व्यक्ति को ढूंढ रहा है. ദൈവം ഒരു മനുഷ്യനെ അന്വേഷിക്കുന്നു. एक व्यक्ति को वो निहार रहा है. ആ നോട്ടം ഒരു മനുഷ്യന്റെ മേൽ വീണു, നെഹമ്യാവ്. एक व्यक्ति के ऊपर उसकी नजर पड़ी, नहम्याह. എസെക്കിയേലിന്റെ പുസ്തകം एजेकिएल की किताब 22 അധ്യായത്തിന്റെ 30 വാക്യത്തിൽ 22वें अध्याय के 30वें आयत में ऐसा लिखा है. യഹോവ തന്നെ ഇപ്രകാരം പറയുന്നു, यहोवा ऐसा कहता है, ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം मैं इस देश को नाश न करने के लिए അതിന് മതിൽ കെട്ടി എന്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ इसकी അന്വേഷിച്ചു. दीवार को बांध करके मैं एक व्यक्ति को ढूंढ रहा हूं, ആരെയും കണ്ടില്ല താനും. लेकिन मैंने किसी को नहीं पाया. ഉണർവിനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ, हम जब जागृति के विषय में देखते ഉണർവിന് വേണ്ടി हैं, പ്രാർത്ഥിക്കുമ്പോൾ, हम इसके विषय में जब प्रार्थना करते ഉണർവിനെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ, हैं, हम जब इसके बारे में प्रचार करते हैं, പ്രിയമുള്ളവരെ, मेरे प्रिय भाई, ദൈവം ഒരു മനുഷ്യനെ നോക്കുന്നു. परमेश्वर केवल एक व्यक्ति को ढूंढ रहा है. ആ ഒരു മനുഷ്യൻ നമ്മളാകട്ടെ. वो एक मैं बन जाऊं. ഉൽപ്പത്തി പുസ്തകം 2 അധ്യായത്തിന്റെ 5 വാക്യത്തിൽ उत्पत्ति 2 के 5 में ऐसा लिखा है. ഇപ്രകാരം പറയുന്നു, इस प्रकार लिखा അന്ന് गया है. മഴയില്ല, वहां उस समय बरसात नहीं, ദൈവം മഞ്ഞ് ഉപയോഗിച്ചാണ് ഭൂമിയെ നനച്ചിരുന്നത്. उस समय ओस गिरता था और भूमि भींगती थी. ഉൽപ്പത്തി പുസ്തകം 2 അധ്യായത്തിന്റെ 5 വാക്യം ഇപ്രകാരം പറയുന്നു, दूसरे अध्याय का 5वां वचन ऐसा कहा है, യഹോവയായ ദൈവം ഭൂമിയിൽ മഴ പെയ്ച്ചിരുന്നില്ല, और परमेश्वर ने पृथ्वी पर जल नहीं बरसाया, നിലത്ത് വേല ചെയ്യുവാൻ മനുഷ്യനും ഉണ്ടായിരുന്നില്ല. और भूमि पर खेती करने के लिए मनुष्य भी नहीं था. There was no rain वहां पानी नहीं गिर रहा, because there was no one to till the land. क्योंकि खेती करने के लिए भी कोई नहीं है. മഴ അഴിക്കാഞ്ഞതിന്റെ കാരണം എന്താ? ये पानी न गिरने का कारण क्या है? വേല ചെയ്യാൻ മനുഷ്യനില്ലായിരുന്നു. क्योंकि काम करने के लिए मनुष्य नहीं. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുക, കർത്താവേ ഉണർവിന്റെ മഴയെ നീ അയക്കണമേ. आज हम प्रार्थना करते हैं, हे प्रभु जागृति की वर्षा कर. ദൈവം ചോദിക്കുന്നു, परमेश्वर എന്റെ पूछता है, മനുഷ്യൻ എവിടെ? मेरे लोग कहाँ हैं? Where is my man? मेरे लोग, मेरा व्यक्ति कहाँ है? ഞാനൊരു കാര്യം പറയട്ടെ, मैं आपको एक बात कहना चाहता ദൈവത്തിന് ഒരു മനുഷ്യനെ കിട്ടിയാൽ हूं. प्रभु अगर एक व्यक्ति को पाले, അവൻ മുൻമഴയും പിൻമഴയും അയച്ച് ദേശത്തെ वो അനുഗ്രഹിക്കും. पहली और अंतिम वर्षा को भेज करके आशीष देगा. ഒരു മനുഷ്യൻ एक व्यक्ति, ഈ ലോകത്തിൽ മനുഷ്യ വർഗത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ദൈവം തീരുമാനിച്ചപ്പോൾ ഒരു മനുഷ്യനെ സൃഷ്ടിച്ചു, ആദാം. एक व्यक्ति को ही प्रभु ने चुन के की सृष्टि की कि पूरे संसार को बसा दे. ദേശത്തിലെ ജാതികളെ അനുഗ്രഹിക്കുവാൻ ദൈവം തീരുമാനിച്ചപ്പോൾ ഒരു മനുഷ്യനെ തിരഞ്ഞെടുത്തു, അബ്രഹാം. अब्राहम को चुन करके सारी जाति को आशीष देने का निर्णय परमेश्वर ने किया. അടിമത്തത്തിൽ പോയ തന്റെ ജനത്തെ വിടുവിക്കാൻ ദൈവം തീരുമാനിച്ചപ്പോൾ തിരഞ്ഞെടുത്തത് ഒരു മനുഷ്യൻ, മോശ. गुलामी से छुड़ाने के लिए, अपने लोगों को आजाद कराने के लिए परमेश्वर ने मूसा का चुनाव किया. പുരുഷന്മാരെ മാത്രമല്ല സ്ത്രീകളെ ഉപയോഗിക്കുന്നുവല്ലോ. पुरुषों का ही नहीं, महिलाओं का भी उपयोग. ദുഷ്ടനായ യാബീന്റെ കയ്യിൽ നിന്ന് വിടുവിക്കാൻ ദൈവം തന്റെ ജനത്തെ ഉപയോഗിച്ചത് ഡെബോറ എന്ന് പറയുന്ന ഒരു സ്ത്രീ. दबोरा नाम की एक स्त्री को परमेश्वर ने छुटकारे के लिए उपयोग किया था. നമ്മളെ മാനവ ജനതയെ മുഴുവൻ പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ ദൈവം തീരുമാനിച്ചപ്പോൾ തൻ്റെ സ്വന്തം പുത്രനെ ഒരു മനുഷ്യനായി നമ്മുടെ ഇടയിലേക്ക് അയച്ചു. मानव जाति के उद्धार के लिए, पाप से छुटकारा देने के लिए परमेश्वर ने अपने इकलौते पुत्र यीशु को भेजा था. അപ്പോൾ ദൈവത്തിന് ഇന്ന് ആവശ്യം ഒരു മനുഷ്യനെയാണ്. इसलिए परमेश्वर की योजना है उस एक व्यक्ति को ढूंढना. ഉണർവ് എപ്പോഴും നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത് വലിയ മൂവ്മെന്റ് ആണെന്ന് ചിന്തിക്കാൻ സാധ്യതയുണ്ട്. हम सोचते हैं कि ये बहुत बड़ा एक योगदान सबका हो, But it all starts with one man. लेकिन ये सब एक व्यक्ति से चालू होता है. സകലതും ഒരു മനുഷ്യനിൽ ആരംഭിക്കുന്നു. एक व्यक्ति से प्रारंभ. ആ മനുഷ്യൻ ഞാനാകട്ടെ. वो व्यक्ति मैं बन जाऊं.
ഈ ദൈവം ഉപയോഗിക്കുന്ന മനുഷ്യന്റെ പ്രത്യേകതകൾ പെട്ടെന്ന് നിങ്ങളുമായി പങ്കുവെച്ച് മുന്നോട്ട് പോകാൻ मैं जल्दी ആഗ്രഹിക്കുന്നു. से आगे बढ़ना चाहता हूँ उस एक व्यक्ति की खासियत क्या होनी चाहिए എന്താണ് എങ്ങനെയുള്ള മനുഷ്യനെയാണ് ദൈവം ഉപയോഗിക്കുന്നത്? परमेश्वर किस प्रकार के व्यक्ति का उपयोग करता है ഒന്നാമത്, पहला ഹി ആസ്ക്സ്. वो पूछता है ചോദിക്കുന്ന മനുഷ്യൻ, അന്വേഷിക്കുന്ന മനുഷ്യനെയാണ് ദൈവം जो ഉപയോഗിക്കുന്നത്. पूछता है और खोजता है उस व्यक्ति का परमेश्वर उपयोग करता है നെഹമ്യാവിന്റെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: नहम्याह की किताब पहले अध्याय के दूसरे आयत में ऐसा लिखा है സഹോദരന്മാരിൽ ഒരുവനായ ഹനാനിയെ കണ്ടപ്പോൾ ഞാൻ അവിടത്തെ കാര്യം യെരുശലേമിന്റെ കാര്യങ്ങൾ അന്വേഷിച്ചു. और हनानी के अपने जो भाई से मिलकर के उसने पूछताछ की അന്വേഷിക്കുന്നവനെയാണ് ദൈവം ഉപയോഗിക്കുന്നത്. जो इस प्रकार पूछताछ करता है परमेश्वर उसका उपयोग करता है പലപ്പോഴും നമ്മൾ അന്വേഷിക്കാത്തതിന്റെ കാരണം, कई बार हम इसलिए नहीं पूछते അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇടപെടണമല്ലോ. हो सकता है अगर पूछ लेंगे तो हमें काम करना അപ്പൊ पड़ेगा അറിയാതെ ഇരുന്നാൽ കുഴപ്പമില്ലല്ലോ. इसलिए हम अज्ञान रहे तो कोई फर्क नहीं पड़ेगा എന്നാൽ ദൈവം എപ്പോഴും ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യൻ അന്വേഷിക്കുന്ന മനുഷ്യനാണ്. लेकिन परमेश्वर उस व्यक्ति का उपयोग करता है जो हमेशा पूछता है വില്യം കേറിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, विलियम केरी के बारे में तो ये कहा गया है തനിക്ക് സ്വർഗത്തിൽ നിന്ന് ഒരു പെട്ടി ഇറങ്ങി വന്നല്ല ഇന്ത്യയിലേക്ക് വരണമെന്നുള്ള തീരുമാനം താൻ എടുത്തത്. उसने स्वर्ग से एक पेटी उसके हाथ में उतर गई इसलिए भारत में आने का निर्णय नहीं किया താൻ വന്നതിന്റെ ഒറ്റ കാരണം, उसके आने का केवल एक ही कारण था ക്യാപ്റ്റൻ കുക്ക് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ എക്സ്പ്ലോറേഷന്റെ ബുക്ക് വായിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, സമുദ്രങ്ങളുടെ അപ്പുറം അനേകം ആളുകൾക്ക് കർത്താവിനെ അറിഞ്ഞുകൂടാ, കർത്താവെ എന്നെ അയക്കണമേ. कैप्टन कुक की एक किताब को पढ़ करके उसके हृदय के अंदर इच्छा जागृत हुई कि समुद्र के पार लोगों के पास छुड़ाने के लिए मुझे ഇവിടെ जाना ഇരിക്കുന്ന है। അനേകരും പല സ്ഥലങ്ങളിലേക്ക് പോയതിന്റെ കാരണം यहाँ पर कई लोग कई जगहों में गए थे उसका कारण അന്വേഷിച്ചതുകൊണ്ടാണ്. उन्होंने पूछा ഇടം കൈ വലം കൈ തിരിച്ചറിയാൻ സാധിക്കാത്ത അനേകരെ കുറിച്ച് അന്വേഷിച്ചതുകൊണ്ടാണ്. आज ऐसे लोग मौजूद हैं जो दाहिने और बाएं हाथ को नहीं समझ पाते പണ്ട് കാലത്ത് നമ്മൾ ഇപ്പോഴും പറയുമായിരുന്നു, വടക്കേ ഇന്ത്യയിലെ നിങ്ങൾ അവിടുത്തെ അവസ്ഥകളൊന്നും അറിയണ്ടേ? हम तो हमेशा कहते थे उत्तर भारत की अवस्था को आप जानिए തീർച്ചയായിട്ടും അറിയണം. निश्चित रूप से അതുകൊണ്ടാണ് അനേകർ പോയത്. इसीलिए तो कई लोग गए हैं പക്ഷെങ്കിൽ ഞാൻ ഒന്ന് പറയട്ടെ, लेकिन मैं एक बात आपको कहना चाहता हूं ഇന്ന് വടക്കേ ഇന്ത്യയെ കുറിച്ച് മാത്രം പറയേണ്ട കാര്യമില്ല. आज केवल उत्तर भारत के लिए केवल बोलने की നമ്മുടെ जरूरत नहीं। കേരളത്തെ കുറിച്ച് തന്നെ പറയാൻ അധികമുണ്ട്. हमें केवल केरल के लिए भी बोलने की जरूरत ഇല്ലയോ? है कि नहीं ഇല്ലയോ? ഒന്ന് അന്വേഷിച്ചാൽ മനസ്സിലാവും. आप अगर खोजेंगे तो पता चल जाएगा ന്യൂസ് ഒന്ന് ഇട്ടു നോക്കിയേ. आप जरा न्यूज सुन करके देखिए ഇന്നലെ എൻ്റെ സാറയുടെ പിതാവ് ന്യൂസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. सारा के पिताजी ऐसे न्यूज पढ़ रहे थे എല്ലാ അരമണിക്കൂർ ഒരു ന്യൂസ് പോപ്പപ്പ് ചെയ്തു വരും. हर आधे घंटे में एक न्यूज आता था ഇത്രയും മയക്കുമരുന്ന് ഇന്ന യൗവനക്കാരന്റെ കാറിൽ നിന്ന് പിടിച്ചു. इतना नशीले पदार्थ इस जवान के कार में से പത്രം ഒന്ന് വായിച്ചു നോക്കിയേ. पड़ा। आप पेपर अखबार पढ़ करके ഒന്ന് देखिए അന്വേഷിച്ചു നോക്കിയേ. आप जरा खोज करके देखें യൗവനക്കാര് MDMA അടിമത്തത്തിൽ കിടക്കുന്നു. आई जवान लोग MDMA के नशीले पदार्थों के नशे में फंसे हैं പത്തനംതിട്ട എന്ന് പറയുന്ന ഈ ക്രിസ്ത്യൻ കേന്ദ്രത്തിൽ इस जो पत्तनमथिट्टा जो है जो मसीही एक केंद्र है 30% യൗവനക്കാർ 13 വയസ്സാകുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഡ്രഗ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ട്. 30% लोग 13 साल से कम उम्र के एक बार അതിനെക്കുറിച്ച് तो നാം उपयोग അറിയണ്ടേ? करते हैं। हमें मालूम है क्या ये सब ഒന്ന് അന്വേഷിക്കണം പ്രിയമുള്ളവരെ. एक बार पूछताछ करें इसके बारे അപ്പോൾ में മനസ്സിലാകും. तब पता चलेगा നാം ഒന്ന് അന്വേഷിക്കണം, നമ്മുടെ സഭകളിൽ യൗവനക്കാർ വരുന്നുണ്ടോ ഇല്ലയോ എന്ന്. हमें खोजना है हमारे कलीसिया में जवान कहाँ हैं കൂട്ടായ്മയിൽ ഇവരുണ്ടോന്നും ചോദിക്കണം. हम संगति में आते हैं कि नहीं पूछिए ചോദിച്ചു കഴിയുമ്പോൾ മനസ്സിലാകും. जब आप पूछेंगे तो पता चलेगा ചോദിക്കുന്നവന് അന്വേഷിക്കുന്നവനെ ദൈവം ഉപയോഗിക്കും. जो पूछता है परमेश्वर उसका उपयोग करता है आमीन നമ്മൾ കൊച്ചിലെ കേട്ട പദമാണ്, കേട്ട ഒരു പദ്യമാണ്. ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളം എന്ന പേർ കേട്ടാലോ തിളയ്ക്കണം ചോര ഞരമ്പുകളിൽ. ഇപ്പോൾ അത്ര അഭിമാനപൂർവ്വം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കേരളത്തെ കാര്യമാണ് ഞാൻ പ്രിയമുള്ളവരെ ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത്. भारत के विषय में जब हम कहते हैं तो हमारा दिल भड़कता है और केरल के बारे में जब हम सुनते हैं तो हमारा खून उबलता है. ये सब बातें हम बहुत पहले सुन चुके थे. അന്വേഷിക്കുന്നുണ്ടോ? क्या आप ढूंढते हैं? അന്വേഷിക്കുന്നവനെ ദൈവം ഉപയോഗിക്കും. जो खोजता है पूछता है परमेश्वर उसका उपयोग He करता है. asks. उसने पूछा. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പറ്റുന്നൊരു കാര്യം, हमारे जीवन में एक बात നമ്മൾ സെൽഫ് പ്രിസർവേഷൻ മോഡിലാണ്. हम आत्म संरक्षित हैं. കർത്താവേ, കഴിഞ്ഞ 2.5 വർഷം കോവിഡിന്റെ കാലത്ത് ഞങ്ങളെ നീ കാത്തു പരിപാലിച്ചല്ലോ, സ്തോത്രം. हे प्रभु पिछले 2.5 साल कोविड के समय में तूने हमारी रखवाली की. ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവരെല്ലാം നീ പരിപാലിച്ചല്ലോ, हमारे സ്തോത്രം. साथियों को सबको तूने बचा कर रखा. ഈ കൂട്ടത്തിലല്ലാത്ത ആടുകൾ കർത്താവിനുണ്ട്. इस समूह के बाहर भी लोग हैं. അന്വേഷിക്കണം.
पूछिए। നമ്മുടെ പ്രശ്നം എന്നാണെന്നറിയോ? हमारी We समस्या preach to कहाँ the preached, हम उन्हीं को प्रचार करते हैं we जो सुन reach चुके the हैं, reached, जो पहुंच चुके हैं वहीं तक पहुंचते we हैं, baptize the baptized. जो बपतिस्मा ले चुके उन्हीं को डुबाते हैं। എന്താണ് നമ്മുടെ പ്രശ്നം? हमारा काम करना क्या है? അന്വേഷിക്കുന്നില്ല. हम पूछते नहीं, ദൂരെ ഒന്നും പോകണ്ട, हम दूर न जाएं, അടുത്ത് പോയാൽ മതി, अपने पड़ोस में देखिए, മനസ്സിലാകും. आपको पता चल जाएगा। ചോദിക്കുന്ന അന്വേഷിക്കുന്നവനെ ദൈവം ഉപയോഗിക്കും. जो पूछता है परमेश्वर उसका उपयोग करता है। അവൻ ചോദിക്കുന്നത് മാത്രമല്ല, not only does he ask, न केवल उसने पूछा था, he cares, वो देखभाल भी करता he है, feels responsible, वो उसका उत्तरदायित्व समझता है, ഉത്തരവാദിത്വം ഏറ്റെടുക്കുക. वो उत्तरदायी बन जाता है। നാലാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു, उसके चौथे आयत में ऐसा ഈ लिखा है, വർത്തമാനം ഞാൻ കേട്ടപ്പോൾ जैसे ये शब्द सुनते ही ഞാൻ ഇരുന്ന് കരഞ്ഞു. मैं भूमि पर बैठ गया और रोने लगा। ഞാൻ ഇരുന്ന് കരഞ്ഞു. बैठकर रोने लगा। God speaks to those who care. परमेश्वर उनसे बातचीत करता है जो इस प्रकार की देखभाल करना चाहते എല്ലാവരോടും ദൈവം സംസാരിക്കത്തില്ല. हैं। सबसे बातचीत नहीं करता। ദൈവം സംസാരിക്കുന്നത് കേൾക്കാൻ ആഗ്രഹമുള്ള അന്വേഷിക്കുന്നവനോട് ദൈവം സംസാരിക്കത്തുള്ളൂ. जो सुनने का इच्छा रखता है परमेश्वर केवल उन्हीं से बोलता है। എന്തുകൊണ്ടാണ് ദൈവത്തിന് ഈ കോരേശിന്റെ ആ ഒരു കൊട്ടാരത്തിൽ വന്ന് ഒരാളെ തപ്പിപ്പിടിക്കേണ്ട ആവശ്യം വന്നതിന്റെ കാരണമല്ല? ऐसे राजा कोरेश के घर में वहां पर काम करने वाले एक व्यक्ति को ढूंढने की क्या जरूरत? യെരുശലേമിൽ 42,000 ആളുകൾ ഉണ്ടായിരുന്നല്ലോ. यरूशलेम में 42,000 लोग हैं, അവരെ എന്നാ വിളിക്കാഞ്ഞ്? उनको क्यों नहीं बुलाया? കൊട്ടാരത്തിൽ ജോലി നോക്കിക്കൊണ്ടിരുന്നവനെ എന്തിനാ വിളിക്കുന്നത്? महल में काम करने वाले एक कामगार को क्यों ढूंढा? Because God speaks to those who care. परमेश्वर उनसे बोलता है जो सुनना चाहते हैं। ബാലൻ ശമൂവേൽ ഉണ്ടായിരുന്ന കാലത്ത് जब बालक शमूएल था, ഇവിടെ പ്രകാരം പറയുന്നു, ऐसा कहा गया है, ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു. उन दिनों में यहोवा का वचन ദർശനവും ഇല്ലായിരുന്നു. उन समय दर्शन भी ദൈവത്തിന്റെ ശബ്ദം ആരും കേൾക്കുന്നില്ല. परमेश्वर की आवाज कोई नहीं सुनता था। ഒരു പുരോഹിതനുണ്ടായിരുന്നു, एली नाम का एक पुरोहित था, അവനും ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നില്ല. वो भी वचन को कभी नहीं सुना। ആരും ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നില്ല. कोई परमेश्वर की आवाज नहीं सुन रहा। അനേകം വർഷങ്ങൾക്ക് ശേഷം कई वर्षों के बीतने के बाद ദൈവം സംസാരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. परमेश्वर बात करने का निर्णय कर लिया। നോക്കിയപ്പോൾ ഒരു മനുഷ്യനെയും കാണുന്നില്ല. उसने देखा कोई व्यक्ति है ही പിന്നെ അവസാനം കണ്ണു പതിഞ്ഞത് ആരുടെ മേലാണെന്നറിയാമോ? आप जानते हैं किसके ऊपर उसकी नजर पड़ी? നിയമപ്പെട്ടകത്തിന്റെ അടുത്ത് ഒരു ചെറിയ ബാലൻ കിടന്നുറങ്ങുന്നു. संदूक की वेदी के पास में एक बालक सो रहा है। രാത്രി ദൈവശബ്ദം, ശമൂവേലേ ശമൂവേലേ. आमीन। रात को उठ करके हे शमूएल कहा। എഴുന്നേറ്റ് ശമൂവേൽ പറഞ്ഞു, അടിയൻ ഇതാ അരുളി ചെയ്യണമേ. हाँ प्रभु, मैं तैयार हूं, आप बोलिए। കാരണം എന്നാണെന്നറിയാമോ? आपका कारण, उसका God कारण क्या है? speaks to those who care. परमेश्वर उनसे बोलता है जो सुनना चाहते വേറെ ഒരു മനുഷ്യർക്കും കേൾക്കാനുള്ള ആ ശക്തി നഷ്ടപ്പെട്ടപ്പോൾ हैं। जब लोगों के सुनने की क्षमता ही नष्ट हो ഒരു गई, ചെറുപ്പക്കാരന്റെ ചെവിയിൽ ദൈവശബ്ദം മുഴങ്ങി. एक जवान के कानों में परमेश्वर की आवाज गूंजने लगी। ഒരു മനുഷ്യൻ, एक व्यक्ति, എങ്ങനെയാന്ന് ആ വാക്യം, ആ 2-3 വാക്യങ്ങൾ അങ്ങോട്ട് വായിച്ചു കഴിയുമ്പോൾ മനസ്സിലാകും. उन 2-3 आयतों को जब हम पढ़ते हैं समझ जाएंगे। ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ऐसा लिखा है, യഹോവയുടെ വചനത്താൽ വെളിപ്പെട്ട ശേഷം യഹോവ വീണ്ടും വീണ്ടും ശീലോവിൽ വെച്ച് ശമൂവേലിന് പ്രത്യക്ഷനായി. और बार बार यहोवा शमूएल से बातचीत कर। അനേക നാളുകൾ ശബ്ദമില്ല. कई दिनों तक एक भी आवाज नहीं थी। ദൈവശബ്ദം കേൾക്കുവാൻ ആളുകൾക്ക് പറ്റുന്നില്ല. कोई आवाज को सुन भी नहीं पा रहा। ഒരു ചെറുപ്പക്കാരനെ കണ്ടു കഴിഞ്ഞപ്പോൾ एक जवान से जब भेंट हो गई, ദൈവം അവന് വീണ്ടും വീണ്ടും, ഒരു പ്രാവശ്യമല്ല, വീണ്ടും വീണ്ടും പ്രത്യക്ഷനായി. एक बार नहीं, बार बार परमेश्वर शमूएल से बातचीत करने लगा। പ്രിയമുള്ളവരെ, ഞാൻ ചോദിക്കട്ടെ, मेरे प्रियो, मैं आपसे पूछना എപ്പോഴാ चाहता हूं, ദൈവശബ്ദം കഴിഞ്ഞ പ്രാവശ്യം കേട്ടത്? आपने अंतिम बार परमेश्वर की आवाज कब सुनी थी? എപ്പോഴാ കേട്ടത്? कब सुना था? എപ്പോഴാ ഇരുന്ന് കരഞ്ഞത്? आपकी आंखों से आंसू कब आए? എന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല, स्वयं की आवश्यकता के लिए വേറെ ആവശ്യങ്ങൾ, എന്റെ മക്കളുടെ ആവശ്യത്തിന് വേണ്ടിയല്ല, नहीं, अपने बच्चों की आवश्यकता के लिए नहीं। വേറെ ദൈവം ഉള്ളിൽ തന്ന വിഷയത്തെ ഓർത്ത് എപ്പോഴാ കഴിഞ്ഞ പ്രാവശ്യം കരഞ്ഞത്? ഒന്ന് ചിന്തിക്കാമോ? आप परमेश्वर के कार्य के लिए आप कब आंसू बहाए हैं? God speaks to those who care. परमेश्वर उनसे बातचीत करता है जो इस प्रकार की भावना ദൈവത്തിനറിയാൻ നെഹമ്യാവിനോട് ഒരു കാര്യം പറഞ്ഞാൽ അവൻ എന്തെങ്കിലും അതിനെക്കുറിച്ച് ചെയ്യും. परमेश्वर को मालूम था अगर मैं नहम्याह से कहूंगा तो कुछ ना कुछ अवश्य करेगा। നമ്മൾ ചിലരോട് ചില കാര്യങ്ങൾ പറയത്തില്ല. हम कुछ लोगों से कुछ बातें नहीं कहते। അപ്പൊ അവർ വന്ന് ചോദിക്കും, എന്താ ഞങ്ങളോട് പറയാഞ്ഞേ? अब वो हमसे क्यों नहीं कहा आपने? അപ്പൊ നമ്മുടെ ഉള്ളിൽ പോകുന്ന ഉത്തരം എന്നാ? हमारे अंदर में क्या जाता है मालूम है? നിന്നോട് പറഞ്ഞിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? आपसे बोलकर क्या फायदा? ഇത് ഇൻഫർമേഷൻ ട്രാൻസ്ഫർ അല്ല, ये केवल जानकारी हम बदल ഇത് नहीं रहे, ദൗത്യമാണ് ട്രാൻസ്ഫർ ये ചെയ്യുന്നത്. लक्ष्य दिया जा रहा है। അപ്പോൾ ദൈവം ഒരു ശമൂവേൽ ബാലനെ കണ്ടു കഴിഞ്ഞപ്പോൾ जब परमेश्वर एक शमूएल बालक से मिल गया,
അവനോട് സംസാരിച്ചു. उससे बातचीत की And Nehemiah felt responsible. और वो उसको नहम्याह को लगा कि वो एक उत्तरदायित्व है उसके पास. എഴുന്നേറ്റ് ശമൂവേൽ പറഞ്ഞു, അരുളി ചെയ്യണമേ കർത്താവേ. और शमूएल ने कहा, हे प्रभु कह मैं सुन. യെശയ്യാ പറഞ്ഞു, അടിയനിതാ, അടിയനെ അയക്കണമേ. यशायाह ने कहा, मैं खड़ा आपके लिए तैयार हूँ, मुझे भेज. പണ്ട് ഇവിടെ യൂത്ത് ഫോർമേഷൻ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ചെറുപ്പമാണ്. मैं छोटा था, यहाँ पर यूथ फॉर्मेशन चल रहा था. ആ സമയത്ത് ഒരു സഹോദരൻ ഇപ്രകാരം ഷെയർ ചെയ്തു. उस समय एक भाई ने ऐसी गवाही दी. അദ്ദേഹം പാട്ട് എഴുതുകയാണ്, वो गीत लिख रहा है, അടിയനിതാ, അടിയനെ അയക്കണമേ. मैं आपका दास यहाँ है, अपने दास को भेज. എന്നാൽ അദ്ദേഹം എഴുതി വന്നു കഴിഞ്ഞപ്പോൾ लेकिन जब उसने गाने की पूर्ति कर दी, ദൈവം അദ്ദേഹത്തിനോട് പറഞ്ഞു, നീ പോകണം. प्रभु ने उससे कहा तू जा. അപ്പോൾ ദാസൻ പാട്ട് മാറ്റി എഴുതാൻ തുടങ്ങി. और फिर वो प्रभु का दास गाने को बदल करके लिखने लगा. അടിയനിതാ, അളിയനെ അയക്കണമേ. हे प्रभु, मैं यहाँ मौजूद हूँ, मेरे बंधु को भेज दे. അപ്പോൾ ദൈവം പറഞ്ഞു, അളിയനെ അല്ല, നിന്നെ ആവശ്യം. प्रभु ने कहा, तेरा साला या जीजा या नहीं, He मैं felt तुझे चाहता हूँ. responsible. मैं तुझे चाहता हूँ. ചോദിച്ചാൽ മാത്രം പോരാ, केवल पूछने की जरूरत नहीं, you need to care. आपको संभालने की God जरूरत है. speaks to those who care. परमेश्वर उनसे बातचीत करता है जो इस बात की चिंता करते हैं. Do we care enough? क्या हमारे अंदर चिंता है? ഉണ്ടോ? है क्या? ഉണ്ടോ? जरा टटोल करके देखें. കർത്താവിനോട് പറയണം, കർത്താവേ, ഇന്ന് നിന്റെ ശബ്ദം കേൾപ്പിക്കണമേ. प्रभु से प्रार्थना करें, हे प्रभु अपनी आवाज मुझे सुना. നിന്റെ ഹൃദയത്തിലുള്ള കാര്യങ്ങൾ ഞാനും ഒന്നും അറിയട്ടെ. प्रभु अपने हृदय की बात आज मैं भी जानने पाऊं. ഇരുത്തവും പഴക്കവും തഴക്കവും ഒക്കെ വന്ന ആളുകളെ കിട്ടാഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ കണ്ണ് ഒരു ചെറിയ ബാലൻ്റെ മേലാണ് വന്നത്. इतने बुजुर्गों के बीच में भी परमेश्वर ने एक बालक के पास अपनी नजर डाली. അവൻ ന്യായാധിപനും वो न्याय बन गया, അവിടുത്തെ പുരോഹിതനുമായി वहां മാറിയെന്നുള്ളത്. का पुरोहित भी वो बन गया. So he asks, उसने पूछा, he cares, उसको चिंता करने वाला था, and then he prays. और उसके बाद वो धन्यवाद करने वाला भी था, പ്രാർത്ഥിക്കാൻ തുടങ്ങി. प्रार्थना करने वाला. എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? उसने प्रार्थना करना चालू की. ആ പ്രാർത്ഥന നിങ്ങൾ വായിച്ചു തുടങ്ങുമ്പോൾ आप जब उसके प्रार्थना के विषयों को देखिए, തുടങ്ങുന്നത് he prays God's word. ദൈവവചനമാണ് वो പ്രാർത്ഥിക്കുന്നത്. परमेश्वर के वचन का प्रार्थना करता है. എന്തെങ്കിലും വിളിച്ചു പറയുകയല്ല, कुछ भी बोलना नहीं है प्रार्थना. കാര്യങ്ങൾ ദൈവത്തെ അറിയിക്കുകയല്ല, परमेश्वर को कुछ बातों की जानकारी देना भी प्रार्थना नहीं. ദൈവവചനമാണ് പ്രാർത്ഥിക്കുന്നത്. परमेश्वर के वचन को प्रार्थना है. യഹോവേ, ഇപ്രകാരമൊക്കെ നീ പറഞ്ഞിട്ടില്ലയോ? हे प्रभु, क्या तूने ये नहीं कहा? ആവർത്തന പുസ്തകത്തിൽ നിന്നാണ് കോട്ട് ചെയ്യുന്നത്. और वो व्यवस्था विवरण से कह रहा है. എന്നിട്ട് പറയാണ്, उसके बाद कहता നീ है, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടില്ലയോ? हे प्रभु तूने ये सब कहा है. നീ ഇങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. प्रभु जी तूने ये कहा है, इसलिए हम ये सब करना നീ चाहते ഞങ്ങളുടെ हैं. പ്രാർത്ഥന കേൾക്കത്തില്ലയോ? हे प्रभु तू क्या हमारी प्रार्थना नहीं सुनेगा? ദൈവത്തോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ जब परमेश्वर से बातचीत चालू हो गई, ദൈവത്തിന്റെ ഭാഷ ഉപയോഗിച്ച് സംസാരിച്ചു തുടങ്ങിയത്. परमेश्वर की भाषा ही उसने उपयोग की. ദൈവം സംസാരിക്കുന്ന ഭാഷയാണ് ഈ പുസ്തകം. परमेश्वर की भाषा है ये किताब. നമ്മൾ പലപ്പോഴും നമ്മുടെ ഭാഷയുമായി ദൈവത്തിന്റെ അടുക്കിലേക്ക് ചെല്ലും. कई बार हम अपनी भाषा का उपयोग कर परमेश्वर के पास आते हैं. എന്നിട്ട് ദൈവം തന്റെ ഭാഷ നമ്മളോട് സംസാരിക്കും. परमेश्वर अपनी भाषा में हमसे बातचीत करता തമ്മിൽ है. തമ്മിൽ മിസ്കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്നതിന്റെ കാരണം हमारे बीच में संवाद नहीं स्थापित हो നമ്മൾ पाता, രണ്ടും രണ്ട് ഭാഷ സംസാരിക്കുന്നത് क्योंकि കൊണ്ടാണ്. हम दो भाषाओं में बात करते हैं. ദൈവം സംസാരിക്കുന്നതാണ് ഈ ഭാഷ, परमेश्वर की भाषा है ये किताब. ദൈവവചനം. हालेलुया, ये है परमेश्वर का वचन. ഞാൻ ഒന്ന് ചോദിക്കട്ടെ പ്രിയമുള്ളവരെ, मैं आपसे मैंने अपने प्रिय ഇതുമായിട്ടുള്ള पूछना നമ്മുടെ ബന്ധം എങ്ങനെയുണ്ട്? चाहता हूं, हमारा संबंध इसके साथ ഇവിടെ कैसा എഴുതി है? നെഹമ്യാവിന്റെ പുസ്തകം 9-ാമത്തെ അധ്യായത്തിൽ തുടങ്ങുന്നത് പറയുന്ന അവർ ഒരു യാമത്തോളം ന്യായപ്രമാണ പുസ്തകം വായിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. और ये एक ऐसा लिखा है 9वें अध्याय के पहले वचन में कि ये दिन भर परमेश्वर के वचन को सुनते और पढ़ते. ഒരു യാമത്തോളം എന്ന് പറഞ്ഞാൽ എത്ര സമയമാണ്? एक पहर तक सुनते थे. इसका मतलब क्या है? ഒരു യാമത്തോളം എന്ന് പറഞ്ഞാൽ 3 മണിക്കൂറാണ് അവർ ദൈവവചനം വായിച്ചത്. कम से कम 3 घंटे उन्होंने परमेश्वर के वचन को पढ़ा. ഇതിന്റെ മുമ്പിൽ എത്ര സമയം നാം ചെലവഴിക്കുന്നു? इसके सामने हम कितनी देर बैठते ഒന്ന് ചിന്തിച്ചു നോക്കിയേ. हैं? अब जरा सोच करके देखिए. ദൈവം സംസാരിക്കണോ? परमेश्वर आपसे बात ദൈവത്താൽ ഉപയോഗപ്പെടണമോ? आप क्या उपयोगी सिद्ध होना ഈ चाहते हैं? പുസ്തകവുമായി സമയം ചെലവഴിക്കണം. इस किताब के साथ समय बिताएं. ഞങ്ങളുടെ ഒരു സെഷനിൽ ബേസിൽ ജോർജ് പറഞ്ഞ ഒരു ഉദാഹരണം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. हमारे साथ में हमारे भाई बेसिल जॉर्ज ने एक बार एक घटना कही थी. നാവിഗേറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു യൂത്ത് മിനിസ്ട്രി, വളരെ ശക്തമായ ഒരു യൂത്ത് മിനിസ്ട്രി, एक जवानों के बीच में सेवकाई बहुत बहुत अच्छे से चल അത് रही. തുടങ്ങാൻ ദൈവം ഉപയോഗിച്ച ഒരു സാധാരണക്കാരൻ ഡോർസൺ ട്രോട്ട്മാൻ, और एक साधारण से व्यक्ति को ही परमेश्वर उसको चलाने के लिए शुरुआत. ഒരു ലോറി ഡ്രൈവർ.
एक गाड़ी एक ट्रक चलाने वाला ഇദ്ദേഹം എങ്ങനെ ഇത്ര വലിയ ഒരു ഓർഗനൈസേഷൻ തുടങ്ങിയെന്ന് ചിലപ്പോൾ ചിന്തിക്കാൻ कभी സാധിക്കും. ऐसा लगता है कि इतना बड़ा एक ऑर्गेनाइजेशन संस्था को कैसे इसने स्थापित किया അനേക ചെറുപ്പക്കാരെ വചനത്തിൽ വളരെ സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്തു. और उसने वचन की गहराई में से जवानों को सिखाना चाहा അദ്ദേഹത്തിന്റെ ജീവിതശൈലി ഈ പ്രകാരം. उनके जीवन की शैली ये थी വണ്ടി ഓടിക്കും, गाड़ी चलाते हैं ഒരു നിമിഷം ബ്രേക്ക് കിട്ടിയാൽ जहां कहीं भी समय मिले വേദപുസ്തകം തുറക്കും, वचन खोलते हैं വായിക്കും. पढ़ते हैं വണ്ടി ഓടിക്കുമ്പോൾ വായിച്ചത് ധ്യാനിക്കും. और जब गाड़ी चलाते हैं जो पढ़ते हैं उसका ध्यान അടുത്ത रखते हैं। ബ്രേക്ക് കിട്ടുമ്പോൾ और जब अगली बार गाड़ी रोकते हैं പുസ്തകം തുറക്കും, फिर से पढ़ते हैं വായിക്കും. पढ़ते हैं അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഒരു പ്രമാണമാണ് उसके जीवन का लक्ष्य है ഹിസ് വേർഡ് മൈ ലാസ്റ്റ് വേർഡ്. उसके शब्द मेरे अंतिम शब्द हैं അവസാനം കിടന്നുറങ്ങുമ്പോൾ और जब सोने के लिए जाता है ഒറ്റ ചിന്തയുള്ളൂ, एक ही उम्मीद है കർത്താവ് എൻ്റെ അവസാനത്തെ ചിന്ത നിന്റെ വചനമായിരിക്കണം. हे प्रभु मेरे जीवन के सोने के पहले अंतिम जो विचार हैं वो वचन होने ഹിസ് चाहिए വേർഡ് മൈ ലാസ്റ്റ് വേർഡ്. उसका वचन मेरा अंतिम वचन होना चाहिए അങ്ങനെയുള്ളവനോട് हालेलुया അങ്ങനെയുള്ളവനെ ദൈവം ഉപയോഗിക്കാതിരിക്കുവോ? ऐसे व्यक्ति का क्या परमेश्वर उपयोग नहीं करेगा അവസാനത്തെ ചിന്ത ദൈവത്തിന്റെ വചനം. मेरे जीवन के अंतिम जो चिंता है वो वचन में से है എന്തായിരുന്നു ഇന്നലെ രാത്രിയിലത്തെ അവസാനത്തെ ചിന്ത? आप जब सो रहे थे तो आपने क्या देखा था क्या सोच करके सो रहे थे ആരെങ്കിലും നമ്മളോട് കയർത്ത് സംസാരിച്ച കാര്യമാണോ? क्या कोई जब हमसे गुस्सा किया उसको सोच रहे थे ടി വിയിൽ എന്തെങ്കിലും കണ്ട കാര്യമാണോ? टीवी की बात आप सोच रहे थे ना ദൈവവചനം, परमेश्वर का वचन മാറ്റമില്ലാത്ത വചനം. ये जो जो ऐसा जो है कभी अटल वचन है ഇന്ന് നമ്മുടെ അടുത്ത തലമുറ അറിയണം, തെറ്റും ശരിയും തീരുമാനിക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്. आज गलत और सही की पहचान ये इसके द्वारा हम करते हैं हमारे നാം अगली पीढ़ी നിൽക്കുന്നത് जाने। ഇതിന്റെ മുകളിലാണ്. हम इसके वचन के आधार पर खड़े रहते हैं ആളുകൾ വന്ന് ചോദിക്കും, ഇത് ശരിയാണോ അത് തെറ്റാണോ, ഇതിനെന്താ കുഴപ്പം, മറ്റേതിനെന്താ കുഴപ്പം? തെറ്റും ശരിയും തീരുമാനിക്കുന്നത് കമ്മിറ്റി അല്ല, തെറ്റും ശരിയും തീരുമാനിക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്. हम कैसे जाने गलत क्या है सही क्या है क्या कोई कमेटी है परमेश्वर के वचन में से ढूंढो हमें पता चलेगा ഏത് സെലിബ്രിറ്റി എന്ത് പറഞ്ഞാൽ എന്നാ, कौन सा महान व्यक्ति कुछ भी बोले ദൈവത്തിന്റെ വചനം മാറ്റമില്ലാത്ത വചനം. परमेश्वर का वचन अटल है നാളെ രാവിലെ നിങ്ങൾ വായിക്കാൻ പോകുന്ന ന്യൂസ് പേപ്പറിനെക്കാട്ടിലും വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഈ പുസ്തകം, कल सुबह के अखबार से भी ज्यादा महत्वपूर्ण विश्वास योग्य है ये वचन ഇന്നലെ പറഞ്ഞത് മാറ്റി നാളെ പറയും ആളുകള്. कल जो कहा था कल बदल देंगे अपने നാളെ പറയുന്നത് 10 ദിവസം കഴിയുമ്പോൾ പിന്നെയും മാറ്റി പറയും. उसको 10 दिन के बाद फिर से बदल करके बोल എന്നാൽ सकते हैं എന്നാൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ പുസ്തകം ലേഖിയ എത്ര കാലങ്ങൾ മാറിയാലും ആമേൻ, ആമേൻ. എത്ര ആളുകൾ മാറിയാലും ഇതിനൊരു മാറ്റവും സംഭവിക്കുന്നില്ല. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം. जमाना बदल जाएगा लोग बदल जाएंगे अखबार बदल जाएंगे लेकिन ये परमेश्वर का पवित्र वचन अटल है कभी नहीं बदलेगा ദൈവം ഉപയോഗിക്കുന്ന മനുഷ്യൻ, परमेश्वर जिस व्यक्ति का उपयोग करता है ഈ പുസ്തകത്തെ സ്നേഹിക്കുന്ന മനുഷ്യൻ. जो इससे इस वचन से प्रेम करता है എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും അടുത്ത് കൊണ്ടു നടക്കുന്ന 2 പുസ്തകങ്ങൾ, ഇത് എൻ്റെ പിതാവ് എനിക്ക് തന്നതാണ്. मैं अपने जीवन के अंदर 2 किताबें अपने साथ हमेशा रखता हूं एक तो ये किताब है जो मेरे पिता ने मुझे भेंट എൻ്റെ दी ഇംഗ്ലീഷ് ബൈബിൾ 1998 1998 की वो अंग्रेजी 24 വർഷങ്ങൾക്ക് മുമ്പ് തന്നതാണ്. करीब 24 साल पहले उन्होंने मुझे दी थी മലയാളം ബൈബിൾ 2016 ഞാൻ നാട്ടിൽ തിരിച്ചു വന്നതിന് ശേഷം തന്നതാണ്. भारत में एक केरल में वापस आने के बाद 2016 में मलयालम की बाइबल उन्होंने ഞാൻ मुझे ഇതുപോലെ സ്നേഹിക്കുന്ന मैं इससे बहुत प्रेम करता हूं വേറൊന്നും. हालेलुया ഇന്നും ജീവിതങ്ങളെ മാറ്റിക്കൊണ്ടിരിക്കുന്ന പുസ്തകം. आज भी ये किताब जीवनों को परिवर्तित എവിടൊക്കെ कर रही है പ്രസംഗിച്ചിട്ടുണ്ടോ, जहां कहीं भी ये प्रचार हुआ है, പ്രസംഗകൻ ആരും ആയിക്കൊള്ളട്ടെ, कोई भी प्रचार ഈ करे വചനം പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ अगर- ജീവിതങ്ങൾ മാറിയിട്ടുണ്ട്. अगर इस वचन का प्रचार है तो जीवन अवश्य बदलेगा आमीन ദൈവവചനമാണ് പ്രാർത്ഥിച്ചത്. परमेश्वर के वचन की ही उसने प्रार्थना की അത് മാത്രമല്ല, केवल वही नहीं അനുതാപത്തിന്റെ പ്രാർത്ഥന. पश्चाताप की प्रार्थना ഞാനൊന്ന് വായിച്ചോളട്ടെ. मैं थोड़ा पढ़ करके सुनाना चाहता हूं 6ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു, उसके 6वीं आयत में ऐसा लिखा है നിന്റെ ദാസന്മാരായ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി രാവും പകലും നിന്റെ മുമ്പാകെ പ്രാർത്ഥിക്കുകയും ഇസ്രായേൽ മക്കളായ ഞങ്ങൾ നിന്നോട് ചെയ്തിരിക്കുന്ന പാപങ്ങളെ ഏറ്റുപറയുകയും ചെയ്യുന്ന അടിയന്റെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് നിന്റെ ചെവി ശ്രദ്ധിച്ചും നിന്റെ കണ്ണ് തുറന്നും ഇരിക്കണമേ. പിന്നെ പറയുന്നത് ശ്രദ്ധിച്ചാട്ടെ, ഞാനും എൻ്റെ പിതൃഭവനവും പാപം ചെയ്തിരിക്കുന്നു. इन वचनों को बड़े ध्यान से सुनिएगा 6वीं आयत में पहले अध्याय का 6वां वचन कहता है हे प्रभु तू मेरी ओर कान लगा अपनी आंखों को खोल मेरी प्रार्थना को अपने सेवक के निवेदन को सुन जो मैं तेरे सेवक इस्राएली लोगों के लिए अब दिन और रात कर रहा हूं
प्रभु हमने तेरे प्रति पाप किया है, मैंने इस्राएल के कौम के इस पाप को स्वीकार करता हूं, निसंदेह मैंने और मेरे पितृकुल ने पाप किया है। തിരയനങ്ങൾ മുമ്പേ പറഞ്ഞു, तेरेन अंकल ने कहा था, യെശയ്യാവ് കണ്ടു ഉയർന്നും പൊങ്ങിയും ഇരിക്കുന്ന സിംഹാസനത്തിൽ കർത്താവിനെ. ऊंचे स्थान पर स्थापित सिंहासन को प्रभु അത് യെശയ്യാവിന്റെ പുസ്തകം 6-ാമത്തെ അധ്യായമാണ്. यशायाह उसके 6वें अध्याय में लिखा है, 1 മുതൽ 5 വരെ 1 से लेकर 5 तक। യെശയ്യാവിന്റെ ഭാഷ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. यशायाह की जरा भाषा आप देखिए वहाँ അയ്യോ, क्या है। ഇങ്ങനെ ചെയ്യുന്നവനെ നിനക്ക് അയ്യോ കഷ്ടം, ऐसे करने वालों के ऊपर आहा तुम्हारे ऊपर कैसा दोष आने वाला है, അങ്ങനെ ചെയ്യുന്നവനെ അയ്യോ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, अरे तुम्हारे ऊपर ये दोष आने वाला है, कष्ट आएगा। നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങൾക്ക് അയ്യോ കഷ്ടം എന്ന് പറഞ്ഞ ആൾ 6-ാമത്തെ അധ്യായത്തിൽ ഉയർന്നും പൊങ്ങിയിരിക്കുന്ന സിംഹാസനത്തിൽ കർത്താവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ പറയുക, അയ്യോ എനിക്ക് അയ്യോ കഷ്ടം. और दूसरों के अधर्म को देखने के बाद 6वें अध्याय में ऊंचे पर बैठे सिंहासन को देखकर कहता है, मैं पापी हूं, मैं अधर्मी हूं। നെഹമ്യാവ് പ്രാർത്ഥന തുടങ്ങുമ്പോൾ തന്നെ പറയുക, नहमा अपनी प्रार्थना की शुरुआत में कहता है, കർത്താവേ, നിന്റെ ജനത്തിന്റെ പാപത്തെക്കുറിച്ചല്ല ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, हे प्रभु इन जनता के पाप के विषय में हम नहीं कह ഈ रहे, ലോകത്തിന്റെ പാപത്തെക്കുറിച്ചല്ല ഞാൻ പറയാൻ വന്നിരിക്കുന്നത്, संसार के पाप के विषय में भी नहीं कह रहा, ഈ ലോകം എന്തുമാത്രം അധപ്പതിച്ചു എന്ന് പറയാനല്ല ഞാൻ ഇവിടെ ये വന്നിരിക്കുന്നത്. संसार कितना नीचे गिर चुका है उसके विषय में नहीं है। കർത്താവ്, ഞാനും എൻ്റെ പിതൃഭവനവും പാപം ചെയ്തിരിക്കുന്നു. मैंने और मेरे पितृकुल ने पाप किया है। നെഹമ്യാവിന്റെ പുസ്തകം 9-ാമത്തെ അധ്യായം തുടങ്ങുമ്പോൾ नहम्याह के 9वें अध्याय की शुरुआत में ऐसा कहा, ഇപ്രകാരം പറയുന്നു, ഒരു യാമത്തോളം അവർ ന്യായപ്രമാണം വായിച്ചു. और वो लगातार पहर पहर दर पहर वचन पढ़ते रहे। അതിനുശേഷം പറഞ്ഞത് ശ്രദ്ധിക്കുക, उसके बाद में उन्होंने क्या कहा, ഒരു യാമത്തോളം അവർ പാപങ്ങളെ ഏറ്റുപറഞ്ഞു. और एक दूसरे पहर तक वे पाप को स्वीकार करते रहे। 3 മണിക്കൂർ വേദപുസ്തകം വായിക്കുക, 3 മണിക്കൂർ പാപം ഏറ്റുപറയുക. अब जरा कल्पना कीजिए, 3 घंटे तक वचन पढ़ते हैं और 3 घंटे तक पाप स्वीकार करते ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? हैं। जरा सोच करके देखिए, ഇന്നിപ്പോൾ ഇവിടെ നമ്മൾ വലിയൊരു മ്യൂസിക്കൽ കോൺസേർട്ട് നടത്തിയാൽ मान लीजिए अगर एक संगीत की संध्या यहाँ पर आ जाए, ഒരുപാട് പേര് കൂടി വരും. बहुत लोग यहाँ आ जाएंगे। ഒരു ബൈബിൾ സ്റ്റഡി വെച്ചാൽ लेकिन अगर एक बाइबल अध्ययन की श्रृंखला करें, ഈ 2000 എന്ന് പറയുന്നത് 200 ആവും. ये 2000 की जगह तुरंत 200 हो जाएगा। പ്രാർത്ഥന വെച്ച് കഴിഞ്ഞാൽ अगर प्रार्थना बुला लें, 200 എന്ന് പറയുന്നത് 20 ആവും. 200 की जगह केवल 20 बच जाएंगे। ഞാനൊന്ന് ചോദിക്കട്ടെ, मैं आपसे पूछना चाहता हूं, പാപം ഏറ്റു പറയാനുള്ള ഒരു മീറ്റിംഗ് ആണെങ്കിലോ, अगर पाप स्वीकार करने वाली एक मीटिंग या सभा अगर हम आयोजित कर दें तो എത്ര പേര് വരും? कितने लोग यहाँ आएंगे? 3 മണിക്കൂർ 3 घंटे तक 3 മണിക്കൂർ എന്തുമാത്രം പാപം, എന്താ ഈ പറയുന്നത്? क्या कह रहे हो तुम? 3 മണിക്കൂർ. 3 घंटे तक। കോവിഡ് സമയം തുടങ്ങിയപ്പോൾ जब समय हुआ कोविड के समय, മാർച്ച് 2020 मार्च 2020 में തിരുവല്ലയിൽ ആദ്യം ഞാൻ ഓടിപ്പോയത് तिरुवल्ला में सबसे पहले मैं दौड़ कर गया था। മെഡിക്കൽ സ്റ്റോറിൽ. मैं एक मेडिकल स्टोर में गया था। അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ वहां जाने के बाद 2 കാര്യങ്ങളെ ചോദിച്ചുള്ളൂ. मैंने केवल 2 बात ही मांगा था उनसे। 1 മാസ്ക്, मैंने कहा मास्क दे दो, 2 ഹാൻഡ് സാനിറ്റൈസർ. और मैंने कहा हैंड सैनिटाइजर दे दो। തിരുവല്ലയിൽ ആരും ഹാൻഡ് സാനിറ്റൈസർ ഉപയോഗിച്ചിട്ടില്ല. तिरुवल्ला में तो इसका उपयोग कोई नहीं करता था। ഞാൻ അവിടെ ചെന്നപ്പോൾ പറഞ്ഞു എല്ലാം പോയി. मैं जैसे ही वहां पहुंचे उन्होंने कहा सब बिक गए, ഹാൻഡ് സാനിറ്റൈസർ കിട്ടുന്നില്ല. हैंड्स जो हाथों को लगाने वाले दवाई खत्म हो गई। ഭയങ്കര ടെൻഷൻ. अब बहुत ही ഞാൻ അവിടെ നിന്ന് അടുത്ത കടയിൽ പോയി. मैं तनाव में भरकर दूसरे दुकान 5 गया। 6 കട തിരുവല്ല ഞാൻ പോയി. मैं 5 या 6 दुकान में ഹാൻഡ് भटकता സാനിറ്റൈസർ रहा। കിട്ടുന്നില്ല. वो नहीं मिल रही दवाई। അവസാനം ഒരു കുപ്പി കിട്ടി. एक बोतल मिली। കിട്ടിക്കഴിഞ്ഞപ്പോൾ जब वो मिला, നിങ്ങൾക്കറിയാം എങ്ങനെയാ നാം ഉപയോഗിച്ചത് ആ ഹാൻഡ് സാനിറ്റൈസർ? आपको मालूम है हमने उसका उपयोग कैसे किया? നമ്മൾ കാറിനകത്തോട്ട് കയറുമ്പോൾ हम जब गाड़ी के अंदर बैठते हैं, താക്കോൽ അതിനകത്ത് തുടയ്ക്കുന്നു. हम अपनी गाड़ी की चाबी धोते हैं। പിന്നെ വണ്ടിക്കകത്ത് കയറി കഴിയുമ്പോൾ जब गाड़ी के अंदर बैठ जाते हैं, ആ സ്റ്റിയറിംഗ് അതുകൊണ്ട് തുടയ്ക്കുന്നു. हम अपने स्टीयरिंग को भी उसको पोंछते हैं, പിന്നെ കൈ അതുകൊണ്ട് തുടയ്ക്കുന്നു. हाथ भी पोंछते हैं। പിന്നെ നമ്മൾ വീണ്ടും കൈ തുടയ്ക്കുന്നു. उसके बाद फिर से पोंछते हैं। പിന്നെ വീട്ടിനകത്തോട്ട് കയറുന്നു. घर के अंदर आते हैं, ആ ഡോറിന്റെ ഹാൻഡിൽ നമ്മൾ തുടയ്ക്കുന്നു. अपने दरवाजे के वो जो हैंडल को फिर ശരിയോ തെറ്റോ? गलत है या सही है? ശരിയല്ലയോ? जी हाँ। ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കണം, നിങ്ങളുടെ ഹാൻഡ് സാനിറ്റൈസർ എന്ത് ചെയ്യും? मैं आपसे आज पूछता हूँ, कहाँ गई वो दवाइयाँ बोतल, कहाँ है आज? അപ്പോൾ പറയും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ.
अब आप बोलेंगे हमको पता ही नहीं कहा। കാരണം എന്നാ इसका कारण क्या ഇപ്പൊ है? നമ്മൾ പൊത്തുപൊരുത്തപ്പെട്ടു പോവുകയാ. क्योंकि हम आज उससे कोविड से दोस्ती कर लिए, मिल गए हम। ഇങ്ങനല്ലേ വിശ്വാസി കർത്താവിനെ ആദ്യം അറിഞ്ഞപ്പോൾ जब हमारा विश्वासी जब प्रभु को जानता ഒരു है ना, ചെറിയ ചിന്ത വന്നപ്പോൾ एक छोटी गलत विचार मन में आ കർത്താവിന്റെ जाए। സന്നിധിയിൽ ഓടിപ്പോയി മുട്ടുമടക്കി ക്ഷമ ചോദിച്ചത് ഓർക്കുന്നുണ്ടോ? याद है जो हम दौड़ करके प्रभु के सामने घुटने टेकते थे, സഹോദരനോട് ഒന്ന് ഇടറിയപ്പോൾ और जब हम अपने दोस्तों से हम बेमेल हो जाते हैं। കർത്താവിനോട് ക്ഷമ ചോദിച്ചിട്ട് സഹോദരനോട് പോയി ക്ഷമ ചോദിച്ചത് ഓർക്കുന്നുണ്ടോ? अब याद है हम प्रभु से क्षमा मांगते हैं, अपने दोस्त से भी मेल करते हैं। കാലങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് जब समय बीतता गया, പൊത്തുപെറപ്പെട്ട് നമ്മൾ പോവുകയാ. हम इसके साथ में हमने समझौता कर लिया। നമുക്കിപ്പോ നമ്മുടെ ഹാൻഡ് സാനിറ്റൈസർ എവിടാന്ന് അറിയാത്തതുപോലെ अब हमारे वो दवाई की बोतल कहाँ है नहीं मालूम। പാപം ഏറ്റു പറയാൻ നാം വിട്ടുപോയി. हम पाप को स्वीकार करना भूल गए। ഇതുമായിട്ടൊരു അഡ്ജസ്റ്റ്മെന്റിലാണ് പോകുന്നത്. हम इसके साथ में समझौता हमने कर लिया। അതുകൊണ്ടാണ് ഒരാൾ ഇപ്രകാരം പറഞ്ഞത്, इसीलिए किसी ने ऐसा कहा, when we sin हम जब पाप करते हैं we sin retail, हम थोड़ा थोड़ा करते हैं, but when we confess लेकिन हम जब मानते हैं, स्वीकार करते हैं, we confess wholesale. हम बहुत सारा एक साथ स्वीकार कर लेते അത് മലയാളിക്കാണ് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത്. हैं। मलयाली बहुत अच्छे से जानते हैं। കിടക്കാൻ നേരം കർത്താവിനോട് പറയും, കർത്താവേ हम सोते समय हम प्रभु से कहते हैं, हे प्रभु, എന്തെങ്കിലും പാപം നിന്നോട് ചെയ്തിട്ടുണ്ടെങ്കിൽ अगर मैंने कुछ भी पाप किया है आपके सामने, ഞങ്ങളോടങ്ങ് ക്ഷമിച്ചേക്കണേ. माफ कर देना। ഒറ്റ ലൈനിൽ എല്ലാം തീർക്കും. एक लाइन में सब खत्म कर देते हैं। നമുക്കറിയാം നാം എവിടെ പാപം ചെയ്തതെന്ന്. हमें मालूम है हमने आज कहाँ कहाँ നമുക്കറിയാം എവിടാ നാം നിരപ്പ് പ്രാപിക്കേണ്ടത്. हमें मालूम है कहाँ मेल करना है। ഒരൊറ്റ വാക്കിൽ റിപ്പന്റൻസ്. एक शब्द में ही हम पश्चाताप कर लेते हैं। പ്രാർത്ഥിച്ചപ്പോൾ നെഹമായ പ്രാർത്ഥിച്ചത് आपको मालूम है नहम्याह ने प्रार्थना की, അനുതാപത്തിന്റെ പ്രാർത്ഥന. पश्चाताप की प्रार्थना। അപ്പൊ ഞാൻ എന്നോട് തന്നെ ചോദിച്ചു, 3 മണിക്കൂർ എങ്ങനെ പാപങ്ങൾ ഏറ്റു പറയുന്നത്, അതും കൂട്ടത്തോടെ? मैंने सोचा कि एक साथ सामूहिक रूप से 3 घंटे तक कैसे पाप का अंगीकार करेंगे। 3 ദിവസം മുമ്പ് ഒരു ഒരുക്ക പ്രാർത്ഥന ഉണ്ടായിരുന്നു. അതിന്റെ ഒരു ഭാഗം ഞാൻ അറ്റൻഡ് ചെയ്തു. 3 दिन पहले यहाँ पर एक प्रार्थना हुई थी, मैं भी आधे दिन उसमें शामिल था। 10 മണി തൊട്ട് 1 മണി വരെയുള്ള സമയം ഞാൻ ഉണ്ടായിരുന്നു. मैं 10 बजे से 1 बजे तक मैं भी उसमें शामिल था। 3 മണിക്കൂർ എന്താ സംഭവിച്ചതെന്ന് ഞാൻ പറയാം. 3 घंटे वहां पर क्या हुए मैं जानता हूं। ഒറ്റ കാര്യം, एक ही बात, മനുഷ്യൻ അതിന് ലീഡ് ചെയ്തത്. मैं जानता हूं भाई मनु उस दिन लीड कर रहे थे। കർത്താവേ, ഇന്ന മേഖലയിൽ ഞങ്ങൾ പാപം ചെയ്തു, ഞങ്ങളോട് ക്ഷമിക്കണമേ. हे प्रभु, इस क्षेत्र में हमने पाप किया है, क्षमा कर। ഇന്ന പാപം ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ കടന്നുകൂടി, ഞങ്ങളോട് ക്ഷമിക്കണമേ. हमारे पारिवारिक जीवन में ये पाप आ चुका है, क्षमा कर। സഹോദരന്മാരുമായിട്ടുള്ള ബന്ധത്തിൽ അസൂയ കയറിക്കൂടി, കർത്താവേ ഞങ്ങളോട് ക്ഷമിക്കണമേ. हे प्रभु, हम अपने भाइयों के प्रति जलनखोर बन चुके हैं, क्षमा कर। 3 മണിക്കൂറുകൾ 3 घंटे हमने दुआ की, പാപം ഓരോന്നോരോന്നായി ഏറ്റു പറയുക. एक के बाद एक पाप को हम स्वीकार करते रहे। എൻ്റെ പുറയിലിരുന്ന സഹോദരൻ, പേര് ഞാൻ പറയുന്നില്ല, എനിക്കറിയാമേ ആരാ സഹോദരൻ എന്ന്. मेरे पीछे एक भाई बैठा था, मैं नाम नहीं बताऊंगा। ഓരോ പാപം പറഞ്ഞപ്പോഴും एक एक पाप को जब स्वीकार किया जा रहा പുറയിലിരുന്ന് പൊട്ടിക്കരയുക, था, वो व्यक्ति फूट फूट करके रो रहा था, പൊട്ടിക്കരയുക. आंखों से आंसू बह रहे थे। കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, उसके बाद कुछ देर बाद मैंने प्रभु से कहा, കർത്താവേ, ആ സഹോദരന്റെ ഹൃദയം എനിക്കൊന്ന് തരണേ. हे प्रभु, उस भाई का दिल मुझे भी सौंप दे। ഓരോ പാപത്തിന്റെ മുമ്പിൽ ദൈവസന്നിധിയിൽ അനുതാപത്തോടെ കരയുന്ന हे प्रभु जी, एक एक पाप के सामने पश्चाताप करते हुए रोना। നമ്മുടെ ഹൃദയം കഠിനമായി പോയി പ്രിയമുള്ളവരെ. मेरे भाइयों, हमारा हृदय कठोर हो चुका है। ഒന്നും ഏക്കാത്തൊരവസ്ഥയിലേക്ക് നാം മാറിപ്പോയിട്ടില്ലയോ? हम ऐसी जगह पहुंचे जहां हमें अब कुछ फर्क नहीं पड़ता। ഞാൻ മനസ്സിലാക്കിയിടത്തോളം എനിക്ക് തോന്നുന്നു ആ 3 മണിക്കൂർ നമ്മുടെ എല്ലാ പാട്ടിനെക്കാട്ടിലും, നമ്മുടെ എല്ലാ പ്രസംഗത്തെക്കാട്ടിലും സ്വർഗം അതിൽ പ്രസാദിച്ചു എന്ന് ഞാൻ मैं ये വിശ്വസിക്കുകയാണ്. विश्वास करता हूं, हमारे गीत और बाकी प्रचार से बढ़ करके वो 3 घंटे की प्रार्थना परमेश्वर को प्रसन्न है। അനുതാപത്തിന്റെ പ്രാർത്ഥന. पश्चाताप की प्रार्थना। Don't wait for the world to confess their sins. आप इंतजार ना करें कि संसार अपने पापों को माने। നമ്മളെല്ലാം ചിന്തിക്കുന്ന ഈ ലോകം ഒന്ന് മാനസാന്തരപ്പെട്ട് മടങ്ങി हम വരണമെന്ന്. तो ये सोचते हैं कि संसार पाप को स्वीकार करे, पलट करके आए। ദൈവം ആഗ്രഹിക്കുന്ന ദൈവമക്കൾ മടങ്ങി വരാൻ വേണ്ടിയാ. प्रभु तो चाहता है कि प्रभु के लोग पलट के आए। അനുതാപത്തിന്റെ പ്രാർത്ഥന. पश्चाताप की प्रार्थना। ദൈവവചനം പ്രാർത്ഥിക്കുന്നു, देव परमेश्वर का वचन से प्रार्थना, അനുതാപത്തോടെ പ്രാർത്ഥിക്കുന്നു, पश्चाताप के साथ प्रार्थना, അന്വേഷിക്കുന്നു, खोजते हैं, ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു, उत्तर जिम्मेदारी ले लेते हैं, അവസാനം अंत में ഇതിനു വേണ്ടി ഇതിനെ നയിക്കാൻ പോകുകയാണ്. और इसको आगे बढ़ाने की മതിൽ പണിയാനുള്ള ഇനിഷ്യേറ്റീവ് അദ്ദേഹം ഏറ്റെടുത്തു. अब स्वयं ही शहरपना को बनाने की जिम्मेदारी ले ली। He asks, उसने पूछा, he cares, वो चिंता करता he है, prays, उसने प्रार्थना की, and now he leads. अब वो आगे
जिम्मेदारी ले रहा है। ഇപ്പോൾ ഞാനൊന്ന് പറയട്ടെ പ്രിയമുള്ളവരെ, अब मैं आपको बताऊं क्या है। ദൈവവചനവുമായി നല്ല ബോധ്യമുള്ള മനുഷ്യൻ, जो एक परमेश्वर के वचन को भली भांति जानने वाला व्यक्ति, പാപം മുഴുവൻ ഏറ്റ് പറഞ്ഞ് ഉപേക്ഷിച്ച മനുഷ്യൻ, एक पाप को स्वीकार करके छोड़ने वाला व्यक्ति, ആവശ്യങ്ങളെ അനുസരിച്ച് മനസ്സിലാക്കിയ മനുഷ്യൻ, आवश्यकता को समझने वाला व्यक्ति, ഈ മനുഷ്യനെ ഇനി തടയാൻ ആർക്കെങ്കിലും പറ്റുമോ? इस व्यक्ति को क्या कोई रोक सकता है? സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോൾ जैसे ही वो कदम बढ़ाएगा, ഇപ്രകാരം പറയുന്നു, वो कहता है സ്വർഗത്തിലെ ദൈവം നമുക്ക് കാര്യം സാധിപ്പിച്ചു തരും. स्वर्ग का परमेश्वर हमें सफलता प्रदान करेगा। ആകയാൽ അവന്റെ ദാസന്മാരായ നാം എഴുന്നേറ്റ് പണിയും. इसलिए हम उसके सेवक पुनर्निर्माण करेंगे। എവിടുന്നാ കോൺഫിഡൻസ് വന്നേ? ये भरोसा कहां से मिला? ഞാനൊരു കാര്യം പറയട്ടെ പ്രിയമുള്ളവരെ, मैं अपने प्रियो एक बात मैं आपसे कहना चाहता हूं। നമ്മുടെ പടനായകൻ ഒരൊറ്റ യുദ്ധം പോലും തോറ്റിട്ടില്ല കേട്ടോ. हमारा सेनापति एक भी युद्ध नहीं हारा, ചരിത്രത്തിൽ തോറ്റിട്ടില്ല. इतिहास में आज तक नहीं ഈ हारा। പുസ്തകം ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. इस किताब को पढ़ करके നീറോ ഒന്ന് ശ്രമിച്ചു, नीरो ने हराना चाहा, ഹെരോദാവ് ഒന്ന് ശ്രമിച്ചു, हेरोदेस ने भी चाहा, ഒരുപാട് പേര് ശ്രമിച്ചു. कई लोगों ने चाहा। നമ്മുടെ പടനായകൻ എല്ലാ യുദ്ധവും ജയിച്ചവനാ. हमारा सेना नायक हर युद्ध को അവന്റെ जीता। പുറകിൽ നിൽക്കുന്ന മനുഷ്യനെ വിജയിപ്പിക്കുന്ന കാര്യം അവനേറ്റു. उसके पीछे खड़े होने वाले को जिताने की जिम्मेदारी भी उसकी ഇനി ക്രൂശും എടുത്ത് അങ്ങ് പോവുകയാ. ये केवल क्रूस उठा के उसके കാരണം കൂടെ ആരുണ്ടെന്നുള്ളത് നെഹമ്യാവിന് വിഷയമല്ല. उसके साथ में कौन है वो परवाह नहीं करता। ഒരൊറ്റ മനുഷ്യൻ എന്റെ കൂടെ ഇല്ലെങ്കിൽ ഞാൻ പോകാൻ തീരുമാനിച്ചു. अगर कोई भी मेरे साथ में नहीं है तो भी मैं आगे बढ़ूंगा। आमेन। He leads. वो आगे बढ़ता है। നെഹമ്യാവിന്റെ പുസ്തകം തുടങ്ങുമ്പോൾ नहम्याह की किताब जब चालू होती है ना, ഞാൻ പ്രാർത്ഥിച്ചു, मैंने प्रार्थना की, ഞാൻ മതിൽ നോക്കി, मैंने दीवार देखी, ഞാനും മൃഗവും അല്ലാതെ വേറൊന്നും ആരുമില്ലായിരുന്നു. मैं और मेरे अलावा वहां और कोई नहीं था। എന്നാൽ അങ്ങോട്ട് വായിച്ച് മുന്നേറുമ്പോൾ वहां पर आगे जब बढ़ते हैं കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഭാഷ മാറി. इसकी भाषा बदल गई അവന്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. और वो कहता है कि प्रभु तेरे दास हम सेवक बनाएंगे। ഈ മറ്റുള്ളവർ എവിടുന്നാ വന്നേ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? आपने कभी सोचा है दूसरे लोग कहां से आ गए? അവരെവിടുന്നാ വന്നേ? वो कहां से आ गए? ഇതുവരെ തനിയായിരുന്നല്ലോ, अभी तक तो अकेले थे, ഇതുവരെ കൂടെ ആരും ഇല്ലായിരുന്നല്ലോ. अभी तक तो कोई साथ में नहीं था। പെട്ടെന്ന് ഞങ്ങളായി. अब अचानक ही हम शब्द उपयोग करने लगे। അതെങ്ങനെയാ സംഭവിച്ചത്? ये कैसे हुआ? പ്രിയമുള്ളവരെ, मेरे प्रियो, ദാവീദിന്റെ ജീവിതം നോക്കുമ്പോൾ ഇത് മനസ്സിലാകും. दाऊद के जीवन से हम इसको देख सकते हैं। ഗോലിയാത്ത് വെല്ലുവിളിക്കുക, यहाँ पर गोलियत चुनौती दे रहा है, ഇസ്രായേലിന്റെ സൈന്യത്തെ വെല്ലുവിളിക്കുക. इस्राएल की सेना को चुनौती दे रहा है। ഒരൊറ്റ മനുഷ്യനില്ല അവന്റെ മുമ്പിൽ നിൽക്കാൻ. उसके सामने खड़े होने के लिए कोई नहीं। എവിടുന്ന് ഒരു ആട്ടിടയൻ വന്നിട്ട് പറയുക, कहीं से एक चरवाहा आकर के कहता है, ഇസ്രായേലിന്റെ ദൈവത്തെ വെല്ലുവിളിക്കാൻ ഇവൻ ആരാ? इस्राएल के परमेश्वर को चुनौती देने वाला ये कौन है? ദാവീദിന്റെ മേൽ അഭിഷേകം വീണു. दाऊद के ऊपर जब अभिषेक आ गया, അവന്റെ കയ്യിൽ കുന്തമില്ല, ഒന്നുമില്ല. उसके पास भाला भी नहीं, हथियार അവന്റെ भी കയ്യിൽ नहीं। ഒരു കവണയും 5 കല്ലും. उसके पास केवल एक गुलेल और 5 पत्थर। അവൻ കർത്താവിന്റെ നാമത്തിൽ, സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ ഗോലിയാത്തിനെ കൊന്നുകളഞ്ഞു. वो यहोवा के नाम से दुश्मन गोलियत को हरा चुका, ഒറ്റയ്ക്ക് अकेले था। ഇവനാ അടുത്ത രാജാവാകേണ്ടത്. अब ये अगला राजा बना। ഇവന് സൈന്യമില്ല, इसके पास सेना नहीं, ആളില്ല, इसके पास लोग അവന്റെ नहीं, കൂടെ നിൽക്കാൻ ഒരു മനുഷ്യനില്ല, उसके साथ में खड़े അവന്റെ होने के लिए भी नहीं। സഹോദരന്മാർക്ക് പോലും അവനിൽ പ്രിയമില്ല, उसके घर वाले, उसके भाई लोग भी नहीं चाहते। അവന്റെ അപ്പൻ അവന്റെ പേര് പോലും ഓർക്കുന്നില്ല. और उसका बाप तो उसके नाम तक को नहीं याद करता था। എന്നാൽ लेकिन നമ്മൾ ശമൂവേലിന്റെ പുസ്തകം വായിക്കുമ്പോൾ, हम जब शमूएल അല്ല, की किताब, ഒന്ന് ദിനവൃത്താന്തം വായിക്കുമ്പോൾ, पहला इतिहास जब हम पढ़ते हैं, അതൊന്ന് വായിക്കുന്ന നല്ലത്. ഒന്ന് ദിനവൃത്താന്തം 12-ാം അധ്യായത്തിന്റെ 1-2 വാക്യം. पहला इतिहास उसका 12वां अध्याय, ഒന്ന് ദിനവൃത്താന്തം 12-ാം അധ്യായത്തിന്റെ 1-2 ഞാനത് വായിക്കാം. കീശിന്റെ മകനായ ശൗലിന്റെ നിമിത്തം ദാവീദ് ഒളിച്ചു പാർന്നിരുന്നപ്പോൾ സിക്ലാഗിൽ അവന്റെ അടുക്കൽ വന്നവർ ആവിദ്. അവർ വീരന്മാരുടെ കൂട്ടത്തിൽ അവന് യുദ്ധത്തിൽ തുണ ചെയ്തു. അടുത്ത വചനം ശ്രദ്ധിക്കുക. അവർ വില്ലാളികളും വലം കൈകൊണ്ടും ഇടം കൈകൊണ്ടും കല്ലെറുവാൻ വില്ലുകൊണ്ടും അമ്പെയ്യുവാനും സമർത്ഥന്മാരായിരുന്നു. जब सिकलग नगर में दाऊद शाऊल बिन कीश के कारण मुक्त रूप से विचरण नहीं कर सकता था, तब ये व्यक्ति उसके पास आए जिन योद्धाओं ने युद्ध में उसकी सहायता की थी। उनमें से ये धनुर्धारी योद्धा थे, दाएं और बाएं हाथ से गोफन और पत्थर
तीर चला सकते थे। അവരെവിടുന്ന് വന്നു? ये कहां से आए? അഭിഷേകമുള്ള ഒരു മനുഷ്യൻ अभिषिक्त एक अकेला व्यक्ति, ദൈവം കൊടുത്ത ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് परमेश्वर की जो जिम्मेदारी दी थी उसको ले लेता है। ഇസ്രായേലിന്റെ ദൈവത്തെ വെല്ലുവിളിക്കാൻ നീ ആരാന്ന് ചോദിച്ചപ്പോൾ जब ये पूछता है कि इस्राएल के यहोवा को चुनौती देने वाला तू कौन है, മല്ലന്റെ തല വെട്ടിക്കഴിഞ്ഞപ്പോൾ जब उसके सिर का छेद कर दिया गया, ദൈവം ആളെ കൂട്ടി. परमेश्वर ने लोगों को दिया। എങ്ങനത്തെ ആളായിരുന്നറിയോ? कैसे लोग थे मालूम? സാധാരണ ആളുകളല്ല. ये साधारण लोग എന്റെ नहीं थे। അറിവില് मेरे ख्याल से ദാവീദ് ഒരു കൈ കൊണ്ടായിരിക്കും എറിഞ്ഞത്. दाऊद के हाथ तो एक ही हाथ चलते थे शायद। എന്നാൽ ദാവീദിന്റെ കൂടെ വന്ന ജനത്തിന്റെ പ്രത്യേകത എന്നാണെന്നറിയാമോ? दाऊद के साथ में आने वाले सेना के लोगों का खासियत, അവർ ഇടം കൈ കൊണ്ടും വലം കൈ കൊണ്ടും എറിയുന്നവരാ. वो दाहिने और बाएं हाथ से गोफन चला सकते थे। ദൈവത്തിന്റെ നിയോഗം ഏറ്റെടുത്ത് കഴിയുമ്പോൾ जब परमेश्वर की जिम्मेदारी को आप स्वयं ले लेते हैं, കൂടെ നിൽക്കാൻ ആള് ദൈവം കൊണ്ടുവരും. परमेश्वर लोगों को आपके साथ में खड़ा करता है। എന്നാൽ മുമ്പിൽ നിൽക്കാൻ ഒരു നെഹമ്യാവിനെ ആവശ്യമുണ്ട്. लेकिन सामने खड़े होने के लिए एक नहम्याह की മുമ്പിൽ जरूरत है। നിൽക്കാൻ ഒരു മോശയെ ആവശ്യമുണ്ട്. सामने खड़े होने के लिए मूसा की जरूरत है। മുമ്പിൽ നിൽക്കാൻ ഒരു ദാവീദിനെ ആവശ്യമുണ്ട്. एक दाऊद की आवश्यकता है जो सामने खड़ा होगा। ഇപ്രകാരം എഴുതിയിരിക്കുന്നു, और ऐसा लिखा है, ഇന്നയാളുടെ മകൻ ഇന്നയാൾ ഈ മതിലിന്റെ ഭാഗം തീർത്തു. और इस परिवार के लोग, ये लोग इस शहर पर की इस दीवार को बनाए। അതിന്റെ തൊട്ടടുത്ത് ഇന്നയാളുടെ മകൻ ഇന്നയാള് ആ അറ്റകുറ്റിപ്പണി और उसके बाद लिखा है कि इस व्यक्ति का पुत्र इस जगह से इस जगह तक बनाया। അങ്ങനെ 52 ദിവസം കൊണ്ട് അവർ മതിൽ പണി തീർത്തു. और करीब 52 दिनों के अंदर में इन्होंने समाप्त कर दिया। 13 വർഷം കൊണ്ട് നടക്കാഞ്ഞത് 13 साल से जो काम नहीं हो रहा था, 52 ദിവസം കൊണ്ട് ദൈവം തീർത്തു കൊടുത്തു. केवल 52 दिन के अंदर ये समाप्त हो। അതിന്റെ കാരണം उसका कारण ഒരു മനുഷ്യൻ, एक व्यक्ति, വൺ മാൻ. एक व्यक्ति। 13 വർഷം കഴിഞ്ഞ നൂറ്റാണ്ടുകളായി സംഭവിക്കാഞ്ഞ കാര്യം पिछले सैकड़ों सालों से जो अभी तक संभव नहीं हो पाया, വളരെ ചെറിയ സമയം കൊണ്ട് ചെയ്തു തീർക്കാൻ ദൈവത്തിന് കഴിയും. परमेश्वर बड़े चमत्कारिक ढंग से क्षण समय में कर सकता है। ദൈവത്തിന് വേണ്ടിയത് ഒരു മനുഷ്യൻ, एक व्यक्ति जो प्रभु के लिए खड़ा हो, വൺ പേഴ്സൺ. एक व्यक्ति। കർത്താവേ, ആ മനുഷ്യൻ ഞാനാകട്ടെ. हे प्रभु, वो व्यक्ति मैं बन जाऊं। ആ മനുഷ്യൻ ഞാനാകട്ടെ. हे प्रभु, मैं बन जाऊं वो व्यक्ति। നെഹമ്യാവിനെ കുറിച്ച് നാം വായിക്കുമ്പോൾ नहम्याह के बारे में जब हम ഒന്നാമത്തെ അധ്യായത്തിന്റെ അവസാനം ഇപ്രകാരം पहले अध्याय के अंतिम भाग में ऐसा लिखा है, ഇങ്ങനെയാണ് എഴുതി തീർക്കുന്നത്. वो ऐसा समाप्त करता है, ഇങ്ങനെ എഴുതുന്നു, ये लिखा है, ഞാൻ രാജാവിന്റെ പാനപാത്രവാഹകൻ ആയിരുന്നു. मैं सम्राट अर्थशस्त्र का साकी था। ഒരു സാധാരണക്കാരൻ, एक साधारण सा व्यक्ति। പുരോഹിതനല്ലായിരുന്നു, वो पुरोहित नहीं था, പ്രവാചകനല്ലായിരുന്നു, वो एक भविष्यवक्ता नहीं था, സാധാരണ ജോലി എടുത്തു നടന്ന ഒരു മനുഷ്യൻ. एक साधारण से काम को करने वाला व्यक्ति। പക്ഷെ ജോലിക്ക് ഒരു പ്രത്യേകതയുണ്ട്. उसकी खासियत भी है, രാജാവിന്റെ പാനപാത്രവാഹകൻ वो राजा का पियाऊ था। എന്ന് പറഞ്ഞാൽ इसका मतलब ആ രാജ്യത്തിലേക്കും उस राज्य के अंदर, രാജാവിന് ഏറ്റവും വിശ്വസിക്കാൻ കൊള്ളാവുന്നവനായിരുന്നു നെഹമ്യാവ്. मतलब यह है कि राजा इस व्यक्ति के ऊपर पूर्ण भरोसा, രാജാവിന്റെ ജീവൻ നിൽക്കുന്നത് നെഹമ്യാവിന്റെ കയ്യിലാണ്. क्योंकि राजा का जीवन नहम्याह के हाथों में था। ദൈവം ഉപയോഗിക്കുന്ന മനുഷ്യന്റെ പ്രത്യേകത ഞാൻ പറയട്ടെ. इसकी खासियत देखिए जिसका उपयोग परमेश्वर करता है, അങ്ങേയറ്റം വിശ്വസ്തനായ മനുഷ്യൻ. हर कीमत पर विश्वास योग्य रहने वाला व्यक्ति। അവൻ ഏത് സ്ഥലത്തായിക്കൊള്ളട്ടെ, वो व्यक्ति चाहे किसी भी അവന്റെ जगह जോലി സ്ഥലത്തായിക്കോട്ടെ, भले वो अपनी नौकरी में, അവന്റെ കൂട്ടുകാരുടെ കൂടെ ആയിക്കോട്ടെ, अपने दोस्तों के साथ, വീട്ടിലായിക്കോട്ടെ, घर में हो, 100% വിശ്വസ്തൻ. 100% विश्वास योग्य व्यक्ति। ദൈവം ഉപയോഗിക്കുന്ന മനുഷ്യന്റെ പ്രത്യേകതയാണ്. इस प्रभु जिसका उपयोग करता है उसकी खासियत है, ഞാൻ രാജാവിന്റെ പാനപാത്രവാഹകൻ. ये राजा का पियाऊ था। ഇന്ന് ചെറുപ്പക്കാർക്ക് മനസ്സിലാകാത്ത ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? आज जवानों को जो समझ में नहीं आता वो सबसे बड़ी समस्या क्या है? നിങ്ങൾ ചിന്തിക്കും, आप ये सोचते होंगे, നിരീശ്വരവാദി, യുക്തിവാദി, ഇതൊക്കെയാണ് പ്രശ്നമെന്നാണ് നിങ്ങൾ ചിന്തിച്ചിരിക്കുന്നത്. आप ये सोचते होंगे कि ईश्वर को नहीं मानता या ऐसी समस्याएं इनके जीवन में होंगी। അപ്പോൾ പറയും ഇപ്പോൾ ഒരു വലിയ ട്രെൻഡ് ഉണ്ട്, അത് യുക്തിവാദിയുടെ ഒരു ട്രെൻഡാണ്. और आप सोचते होंगे कि ऐसा भी नए ट्रेंड आ रहे हैं जिसमें लोग ईश्वर को नहीं मानते, नास्तिक हैं। അങ്ങനത്തെ ചില ട്രെൻഡ്സ് ആണ്, ऐसे ही कुछ ഇങ്ങനത്തെ പ്രശ്നങ്ങളാണ്. ये ऐसे विचार हैं। പക്ഷെ അവരുടെ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ പറയാം. उनकी सबसे बड़ी समस्या मैं आपको बताऊं, അവരുടെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്, उनकी सबसे बड़ी समस्या ये है, അവർ പ്രസംഗിക്കുന്ന പ്രസംഗകനെ നോക്കും, वो प्रचार करने वाले प्रचारकों को देखते हैं, അവരുടെ ജീവിതം നോക്കും, उनके जीवन को झांक करके देखते हैं, എന്നിട്ട് അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, उनको देख करके ये कहते हैं, നിങ്ങളുടെ പ്രസംഗവും ജീവിതവും തമ്മിൽ ആബ്സല്യൂട്ട്ലി നോ കണക്ഷൻ. तुम्हारे प्रचार में और तुम्हारे जीवन के अंदर इसका कोई मेल नहीं है। ഇതാണ് വിഷയം, यही है काम, വേറെ ഒന്നുമല്ല. और कुछ नहीं। There is no connection between your talk and your walk. आपके चाल चलन में और आपके प्रचार में कोई भी समझौता नहीं। നിങ്ങൾ സ്റ്റേജ് ചവിട്ടി പൊളിച്ചിരുന്ന് പ്രസംഗിക്കുന്നു, പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നിങ്ങളെ കാണുന്നുണ്ടല്ലോ.
आप तो बड़े दमदार प्रचार यहाँ पर खड़े होकर मेज से करते हो, उसके बाद നിങ്ങളും ലോകവും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. आप में और संसार में क्या अंतर है? നിങ്ങളുടെ നടപ്പും അവരുടെ നടപ്പും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. तुम्हारे चाल चलन में संसार के चाल चलन में कोई अंतर नहीं. നിങ്ങളുടെ ബന്ധങ്ങളും ലോകത്തിന്റെ ബന്ധവും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. आपके संबंधों में, सांसारिक संबंधों में कोई अंतर नहीं. നിങ്ങളുടെ ആർത്തിയും ലോകത്തിന്റെ ആർത്തിയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. आपका लोभ और सांसारिक लोभ एक जैसा बन നിങ്ങളുടെ जाता है. വാക്കുകളും ലോകത്തിന്റെ വാക്കുകളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. आपकी बातचीत और संसार की बातचीत में अंतर नहीं. Then why Jesus? लेकिन फिर क्यों है हम चाहते हैं यीशु को नहीं? This is the problem. यह है समस्या. ദൈവം ഉപയോഗിക്കുന്ന മനുഷ്യൻ जिसका उपयोग प्रभु करता है, അവന്റെ നടപ്പിലും വിശ്വസ്തനാണ്. वो अपने चाल चलन में विश्वास योग्य रहता 100% വിശ്വസ്തൻ. है. 100% वो विश्वास योग्य है. ഞാൻ കുറേ നാളുകൾക്ക് മുമ്പ് ഞാനിവിടെ പങ്കുവെച്ച എൻ്റെ സ്നേഹിതനെക്കുറിച്ച് ഒന്ന് ആവർത്തിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. मैं अपने एक दोस्त के विषय में आपके सामने फिर से आपके सामने उसको रखना ഞാൻ चाहता പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ हूं. जब मैं पढ़ाई कर रहा था, മാർത്തോമ റെസിഡൻഷ്യൽ സ്കൂളിലാണ് പഠിച്ചത്. मार्थोमा रेसिडेंशियल स्कूल में मैंने पढ़ाई की. എൻ്റെ ഒരു സ്നേഹിതൻ 8ാം ക്ലാസ്സിൽ ജോയിൻ ചെയ്തു. मेरा एक दोस्त था 8वीं में मेरे साथ में आया. ദേവരാജ് എന്നാണ് പേര്. उसका नाम था देवराज. ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരു സഹോദരൻ. हिंदू परिवार से आया हुआ एक भाई. എന്നാൽ സ്കൂളിൽ വെച്ച് കർത്താവിനെ കണ്ടുമുട്ടി. लेकिन जिस स्कूल में था उसने प्रभु को पा लिया. അത് പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ പറയട്ടെ, സ്കൂളിലെ മിനിസ്ട്രി എന്തുമാത്രം ആവശ്യമുള്ള മിനിസ്ട്രി ആണെന്ന് അറിയാമോ? इसके साथ में ये भी कहना चाहता हूँ, स्कूल की सेवकाई बहुत जरूरी है. അനേകർ ഞങ്ങളുടെ ബൈബിൾ സ്റ്റഡിയിൽ, ഇംഗ്ലീഷ് ബൈബിൾ സ്റ്റഡിയിൽ വരുന്ന അനേകർ കർത്താവിനെ അറിഞ്ഞത് സ്കൂൾ മിനിസ്ട്രിയിലൂടെയാണ്. हमारे बाइबल स्कूल में, हमारे बाइबल स्टडी में जो आने वाले अनेकों लोगों ने यीशु को अपने स्कूल में पाया. എന്നാൽ ആ സ്ഥലങ്ങളിൽ നിന്ന് അനേകർ പോകാറില്ല. आज वहाँ कोई नहीं जाता. പണ്ട് പലരും പോകുമായിരുന്നു, ഇന്ന് ആ മേഖലയിൽ പോകാൻ ആളില്ല. आज उस जगहों पर जाने के लिए लोग नहीं हैं. എല്ലാവരും കെ വി ചെറിയാൻ അപ്പച്ചൻ്റെ, എൻ്റെ വലിയപ്പച്ചൻ്റെ പ്രസംഗത്തെക്കുറിച്ച് പറയും, അദ്ദേഹത്തിൻ്റെ കണ്ണീരിൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് പറയും. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഈ ലോകത്തിൽ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുമ്പം അനേകർ വന്ന് എന്നോട് പറയുന്നൊരു കാര്യമുണ്ട്, കെ വി ചെറിയാൻ അപ്പച്ചൻ്റെ ഞാൻ ഒരു കോഴ്സിലൂടെയാണ് ഞാൻ കർത്താവിനെ അറിഞ്ഞത്. और ये जो केवी चरियन, उनके बारे में लोग कहते हैं, उनकी प्रार्थना के विषय में, आंसुओं के विषय में सब लोग कई बातें कहते हैं. मुझसे ये भी कहते हैं അത് ജീവപ്രകാശമായിരുന്നു. वो एक जीवन का प्रकाश था. ആ ജീവപ്രകാശം എന്ന് പറയുന്നത് സ്കൂൾ കുട്ടികൾക്ക് തുടങ്ങിയതാണ്. ഈ ജീവപ്രകാശം എൻ്റെ അറിവ് ശരിയാണെങ്കിൽ जीव प्रकाश नाम की जो सेवकाई थी बच्चों के लिए जो स्कूल में पढ़ते हैं उनके लिए. ഒരു അങ്കിൾ എന്നോട് പറയായിരുന്നു, ഞാൻ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഈ ക്യാമ്പസിൽ വന്ന് എൻ്റെ ഹോംവർക്ക്, ജീവപ്രകാശം ഹോംവർക്ക് സബ്മിറ്റ് ചെയ്തിട്ടാണ് ഞാൻ പൊക്കോണ്ടിരുന്നതെന്ന്. और वो जीवन जो प्रकाश का जो था वो मैं उसको समाप्त करके ही घर जाता था. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ ഒരിക്കലും മറക്കരുത്, സ്കൂളിൽ പോയ വല്യപ്പച്ചൻ എനിക്കുണ്ടായിരുന്നു. आप ये याद रखना, मेरे भी एक दादा थे जो स्कूल में जाकर के सेवा करते थे. ഇന്നാരും ആ വശത്തേക്കേ പോകാറില്ല. आज तो कोई उधर नजर भी नहीं डालता. ആവശ്യം അത് പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, സോറി ഐ എം ഡീവിയേറ്റിംഗ്. मैं थोड़ा सा भटक गया. അപ്പോൾ ഈ എൻ്റെ സ്നേഹിതൻ കർത്താവിനെ അറിഞ്ഞു. मेरा दोस्त जो था प्रभु को जान गया കർത്താവിനെ അറിഞ്ഞ് കർത്താവിൽ വളർന്ന്, और वो आगे बढ़ा. എന്നാൽ വളരെ മിടുക്കനായിരുന്നു, ബ്രില്യൻറ്റ് മാൻ, बहुत ही होशियार था, വെരി ബ്രില്യൻറ്റ്. बहुत बुद्धिशाली അപ്പോൾ था. പഠിച്ചു കഴിഞ്ഞപ്പോൾ जब पढ़ाई खत्म हो गई, അദ്ദേഹം NIT-യിൽ എഞ്ചിനീയറിംഗിന് കയറി, NIT में वो इंजीनियरिंग करने गया. ജോലിക്ക് ഒരു കമ്പനി ജോയിൻ ചെയ്തു. अच्छी एक कंपनी में नौकरी करने लगा. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആ കമ്പനി ഞാനും ജോയിൻ ചെയ്തു. कुछ समय के बाद मैंने भी वहीं पे ഒരു नौकरी വലിയ की. കമ്പനിയാണ്. बड़ी कंपनी है. അപ്പോൾ ആ കമ്പനിയുടെ ടെക്നിക്കൽ സൈഡിലാണ് ദേവരാജ്, और उस कंपनी के जो तकनीकी विभाग में देवराज काम करता है, അതിൻ്റെ ബിസിനസ് സൈഡിലാണ് ഞാൻ. और उसके व्यवसाय के क्षेत्र में मैं हूँ. അന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും 25-26 വയസ്സ്. हम दोनों की उम्र शायद 25 या 26 साल. കമ്പനി ഞങ്ങൾക്ക് നല്ലൊരു അപ്പാർട്ട്മെന്റ് എടുത്ത് തന്നിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും അവിവാഹിതരായതുകൊണ്ട് ഞങ്ങൾ ഒരു അപ്പാർട്ട്മെന്റിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. हम दोनों अविवाहित थे, इसलिए कंपनी ने हमें एक अपार्टमेंट दे दिया. എന്നാൽ ആ സമയത്താണ് നമ്മുടെ ഇലക്ട്രിക് എൻജിൻസ്, അതായത് നമ്മുടെ ഈ തീവണ്ടികളൊക്കെ ഇലക്ട്രിഫൈ ചെയ്യാനുള്ള നീക്കം ഗവൺമെന്റ് തുടങ്ങി വെച്ചത്. और ऐसे समय में हम जानते हैं सरकार ने इलेक्ट्रिक इंजनों को बाकी इंजनों को बदलने की कोशिश അപ്പോൾ की. ഡീസൽ എഞ്ചിനിൽ നിന്ന് മാറി ഇലക്ട്രിക് എഞ്ചിനിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. मतलब डीजल इंजन को बंद करके इलेक्ट्रिक इंजन की शुरुआत कर रहे അപ്പോൾ ഞങ്ങളുടെ കമ്പനിക്ക് ഇതിന് നല്ല ടെക്നോളജി ഉണ്ട്. പക്ഷെങ്കിൽ ഈ ടെക്നോളജി യൂറോപ്പിൽ മാത്രമേ ഉപയോഗിക്കാൻ ഒക്കത്തുള്ളൂ, ഇന്ത്യക്കുള്ള സാധനമില്ല. हमारे पास ऐसी तकनीक थी जो केवल यूरोप में काम आ सकती थी, भारत के लिए नहीं है. അപ്പോൾ ഈ ഇന്ത്യക്ക് വേണ്ടി ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കണം. इसलिए भारत के लिए कुछ बनाना है. അപ്പോൾ ആരിത് ചെയ്യും? अब कौन करेगा ये? അപ്പോൾ കണ്ണെല്ലാം ദേവരാജന്റെ മേളിൽ. सब के सब देवराज की ओर അപ്പോൾ देखने ദേവരാജനെ അവർ സ്വിറ്റ്സർലൻഡിലേക്ക് വിട്ടു. लगे. उन्होंने स्विट्जरलैंड उसको भेजा എന്നിട്ട് പറഞ്ഞു, എളുപ്പം ഉണ്ടാക്കിക്കൊണ്ട് വരണം, അടുത്ത ടെൻഡർ ആകുമ്പോൾ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. और तुम जल्दी से इसको सीख करके यहाँ पे अगली बार हम इसको कोशिश यहीं पे അപ്പോൾ करेंगे. ദേവരാജ് ബഹുമിടുക്കനാ.
देवराज तो बहुत होशियार था, ഭയങ്കര മിടുക്കന. बहुत होशियार व्यक्ति. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 9 മാസം കൊണ്ട് സാധനം റെഡിയായി തിരിച്ച് നാട്ടിൽ വന്നു. मेरे ख्याल से 9 महीने के अंदर वो सब काम खत्म करके वापस आ അപ്പോൾ गया. എല്ലാവരും എക്സൈറ്റഡ് ആണ്, ഞാനും എക്സൈറ്റഡ് ആണ്. കാരണം വലിയ ബിസിനസ്സാണ്, $multi-million കോൺട്രാക്ട്. और मतलब ये है कि करोड़ों का बिजनेस अब हमें मिलने वाला है അപ്പോഴത്തേക്ക് ടെൻഡർ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തുടങ്ങാൻ പോവുകയാണ്. और हम टेंडर में हम शामिल होने जा रहे हैं. അപ്പോൾ ടെൻഡറിന് മുമ്പ് ഈ എഞ്ചിൻ ടെസ്റ്റിൽ കൂടെ പാസ്സാകണം. और ये टेस्टिंग के पहले इसकी परख होती है, पास होना पड़ेगा. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ ഈ ടെൻഡറിനകത്തെ സ്പെസിഫിക്കേഷന് യാതൊരു എന്താ പറയേണ്ടി, അതിനകത്ത് വലിയ അർത്ഥങ്ങളൊന്നുമില്ല. इसका मतलब है कि जो टेंडर में जो हम लिख करके देते हैं उसमें कोई अर्थ नहीं है. പക്ഷേ ടെൻഡറിന്റെ സ്പെസിഫിക്കേഷൻ നമ്മൾ മാച്ച് ചെയ്യണം 100%. मतलब ये है कि जो कुछ भी वो उनकी मांग है उसको पूरी करनी है. അതിനി വർക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ടിക്ക് നമ്മൾ കൊടുക്കണം. भले ही काम ना करे उसमें टिक अवश्य करना. കാരണം അങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ്. मतलब उसकी पद्धति ऐसे ही है. അപ്പോൾ ഒരു ചെറിയ പാരാമീറ്ററിൽ ഞങ്ങളുടെ പ്രോഡക്റ്റ് ഫുള്ളി കംപ്ലൈ ചെയ്യുന്നില്ല. मतलब एक जगह पर हमारी कंपनी का जो सामान था पूरी तरीके से योग्य नहीं था. അപ്പോൾ എല്ലാവരും പറഞ്ഞു കുഴപ്പമില്ല, ചെറിയൊരു പാരാമീറ്ററിൽ നമുക്ക് കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞ് ടിക്ക് ചെയ്ത് അങ്ങ് വിട്ടേക്കാം. उन्होंने कहा कि कोई बात नहीं, उसमें सब टिक करके छोटी सी बात है. അപ്പോൾ ദേവരാജനോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ആ വാല്യൂ ഒന്ന് ചെറുതായിട്ട് മാറ്റി യെസ് എന്ന് അടിച്ച് അങ്ങ് വിട്ടേരെ. और देवराज से कहा उसको यस करके टिक लगा दो, आगे बढ़ा കാരണം ഇത് दो. നമ്മുടെ ഓപ്പറേഷനെ ബാധിക്കുന്ന കാര്യമല്ല. ये बहुत बड़ा काम नहीं, मतलब ये हमारे काम से बहुत ज्यादा संबंधित नहीं है. എഞ്ചിന്റെ ഒരു ആപ്ലിക്കേഷനെയും ബാധിക്കുന്ന കാര്യമല്ല. मतलब इंजन से इसका कोई संबंध नहीं है. അപ്പോൾ ഒന്ന് യെസ് എന്ന് അടിച്ച് അതിന്റെ പാരാമീറ്റർ മാറ്റി അങ്ങ് സബ്മിറ്റ് ചെയ്തേരെ. मतलब ये है कि उसको एस बना करके डाल करके आगे बढ़ा दो. ചെറിയ കാര്യമല്ലേ. छोटा सा काम. ദേവരാജ് പറഞ്ഞു പറ്റത്തില്ല, आपको मालूम है देवराज क्या बोला? नहीं होगा, പറ്റത്തില്ല. नहीं करे. അപ്പോൾ അവർ പറഞ്ഞില്ല ചെയ്തേരെ കുഴപ്പമില്ല. उसने कहा, लोगों ने कहा कि नहीं कर दो, कोई फर्क नहीं पड़ता. ദേവരാജ് പറഞ്ഞു പറ്റത്തില്ല. देवराज ने कहा नहीं हो सकता. കുറച്ച് കഴിഞ്ഞപ്പോൾ സമ്മർദ്ദം കൂടി. और यहाँ पर फिर वाद विवाद, കാരണം ടെൻഡർ സബ്മിറ്റ് ചെയ്യാൻ സമയമായി. टेंडर जमा करने का समय आ गया. ബിസിനസ് ഹെഡ്സ് ഇൻവോൾവ് ആയി. क्योंकि व्यवसाय के मुखिया भी आ गए. ദേവരാജിനോട് ഒന്ന് പറഞ്ഞു, ദേവരാജ് देवराज से कहा, देवराज ഇത് നമ്മുടെ കമ്പനിയുടെ ആവശ്യമാണ്, അത് മാറ്റിയേ ഒക്കത്തുള്ളൂ. ये कंपनी की आवश्यकता है, तुमको इसको बदलना ही पड़ेगा. ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ ഇത് മാറ്റിയേ പറ്റത്തുള്ളൂ. अगर हमको टेंडर देना है तो इसको तुमको बदलना ही, टिक करना ही पड़ेगा. ദേവരാജ് പറഞ്ഞു പറ്റത്തില്ല. देवराज ने कहा नहीं. അന്ന് ഞങ്ങൾ ഒരു അപ്പാർട്ട്മെന്റിലാണ് താമസിക്കുന്നത്. हम दोनों एक ही कमरे में रहते हैं. രാത്രിയിൽ ദേവരാജന് ഉറക്കമില്ല. रात को वो उसको नींद नहीं आ रही അത്രമാത്രം സമ്മർദ്ദം. और इतना वो तनाव में था. ഒന്ന് ഓർത്ത് നോക്കണം, ഞങ്ങൾ ഞങ്ങളുടെ കരിയേഴ്സ് അങ്ങോട്ട് തുടങ്ങിയതേ ഉള്ളൂ. हम अपने करियर, हम अपने भविष्य की शुरुआत कर रहे हैं. ഇപ്പോൾ ഒരു സ്റ്റാർ ആണ് ദേവരാജ് കമ്പനിയിൽ. आज कंपनी वो एक चमकता हुआ स्टार बन चुका है. മുകളിലിരിക്കുന്നവർ തന്നെ പറയാണ് അങ്ങ് യെസ് ചെയ്ത് വിട്ടേക്കാൻ. बड़े बड़े लोगों ने उससे कहा, उसके मुखियों ने कहा तुम आगे बढ़ा दो. അവസാനം ഫാക്ടറി ഇൻചാർജ് വന്നു. और उसके बाद ये ऐसा समय आ गया. അദ്ദേഹം ഒരു മലയാളിയാണ്. वहां पर एक मलयाली आया. അദ്ദേഹം ദേവരാജിനെ മാറ്റി നിർത്തിക്കൊണ്ട് പറഞ്ഞു, എന്താ ദേവരാജന്റെ പ്രശ്നം? देवराज से पूछा तुम्हारी क्या है परेशानी, क्यों नहीं तुम टिक करते हो? ദേവരാജന്റെ റിപ്ലൈ കേൾക്കണോ? आपको मालूम है देवराज ने क्या कहा? ഐ എം എ ഫോളോവർ ഓഫ് ജീസസ്, ഐ കനോട്ട് ഡു ദാറ്റ്. मैं यीशु का चेला हूं, मैं ये नहीं कर सकता. ഇത് കഴിഞ്ഞപ്പോൾ इसके बाद ഗ്ലോബൽ ചീഫ് ടെക്നിക്കൽ ഓഫീസർ, मतलब ये है जो विश्वविख्यात जो मुख्य लोग जो आए, അദ്ദേഹം ഫ്ലൈ ചെയ്ത് വന്നു. वो उड़ करके यहाँ पर आए. അദ്ദേഹം ഫ്ലൈ ചെയ്ത് വന്നു. यहाँ पर आए വന്ന് ലഞ്ച് കഴിഞ്ഞു. और भोजन हो गया. അപ്പോൾ അദ്ദേഹത്തിനൊന്ന് സ്മോക്ക് ചെയ്യണം. और उनको फिर वो थोड़ी सिगरेट पीने की, അപ്പോൾ ഞങ്ങളുടെ ക്യാമ്പസിനകത്ത് അത് അനുവദിക്കാത്തതുകൊണ്ട് ക്യാമ്പസിൻ്റെ പുറത്ത് പോയി. हमारे कैंपस के अंदर इसका अनुवाद नहीं था, अनुमति नहीं थी, इसलिए बाहर गए. അപ്പോൾ ക്യാമ്പസിൻ്റെ പുറത്ത് പോയി वो बाहर चले गए. എന്നെയും ദേവരാജനെയും കൂട്ടി വിളിച്ചു. मेरे को और देवराज को लेकर അപ്പോൾ അദ്ദേഹം സ്മോക്ക് ചെയ്യുകയാണ്. और वो सिगरेट पी रहे हैं. എന്നിട്ട് ഞങ്ങൾക്ക് ഈ കപ്പലണ്ടി മുട്ടായി വാങ്ങിച്ചു തന്നു. और हमें वो एक खाने के लिए मिठाई दी. ആ മാടക്കടയിൽ കപ്പലണ്ടി മുട്ടയും സിഗരറ്റും ഇത് രണ്ടും പിന്നെ ചായയും കിട്ടും. वहाँ पर चाय भी मिलता है, मिठाई मिलती है और सिगरेट मिलता है. അപ്പോൾ കപ്പലണ്ടി മുട്ടായി ഞാനും ദേവരാജും കഴിച്ചുകൊണ്ടിരിക്കുക. अब ये जो मूंगफली का जो मिठाई थी, मैं और देवराज खा रहे थे. അദ്ദേഹം സ്മോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. और वो मुखिया जो था सिगरेट पी रहा है. കുറച്ച് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, कुछ देर बाद मुझको बुला करके कहता है, എന്നോട് ചോദിച്ച ഇപ്രകാരം, मैं उससे ऐसा पूछा, മിസ്റ്റർ ചെറിയൻ, വാട്ട് ഈസ് റോങ് വിത്ത് യുവർ ഫ്രണ്ട്? मुझसे पूछा तुम्हारे दोस्त में क्या गड़बड़ी हो गई? ഹീ സ്പീക്സ് നത്തിങ് ബട്ട് ദ ട്രൂത്ത്. वो केवल सच्चाई बोलता है और कुछ नहीं. ഞാൻ ചോദിക്കട്ടെ പ്രിയമുള്ളവരെ, मैं अपने प्रियों से पूछना चाहता हूँ, എൻ്റെ കമ്പനിയിൽ ഒരു കൺവെൻഷൻ്റെ ആവശ്യമുണ്ടോ? हमारे कंपनी की कन्वेंशन की आवश्यकता है. ആരെങ്കിലും വന്ന് അവിടെ വലിയ മേളം നടത്തേണ്ട കാര്യം വല്ലതും ഉണ്ടോ? इतना बड़ा काम करने की जरूरत है. പറയേണ്ടത് മുഴുവനും ദേവരാജ് പറഞ്ഞില്ലേ? सब कुछ उसने एक देवराज को जो कहना था एक शब्द में कह डाला. സർ, ഐ കനോട്ട് ഡു ഇറ്റ്. मैं नहीं कर ഐ എം सकता. എ ഫോളോവർ ഓഫ് ജീസസ്. मैं यीशु के पीछे चलने वाला हूँ. आमीन. हालेलुया. God uses a man who has integrity. परमेश्वर ऐसे व्यक्ति का उपयोग करता है जो अपने जीवन में खरा है. ഇങ്ങനെയുള്ള ഒരു മനുഷ്യനാണ് ദൈവത്തിൻ്റെ കയ്യിൽ ശക്തി
ശക്തമായി ഉപയോഗപ്പെടുത്തുന്നത്. ऐसा व्यक्ति प्रभु के हाथों में एक उपयुक्त हथियार के समान है. आमीन. ആ ഒരു നിലയിലേക്ക് കർത്താവ് എൻ്റെ ജീവിതത്തെ ഒന്ന് മാറ്റിമറിക്കണമേ. उस स्तर तक हे प्रभु मेरे जीवन को. വായിന്നൊരു വാക്ക് വരുമ്പോൾ അതിനകത്ത് ശകലമെങ്കിലും കള്ളമുണ്ടെങ്കിൽ കർത്താവെ അത് കൂടാതെ സംസാരിക്കാൻ സഹായിക്കണേ. हे प्रभु मेरे जीवन में जब मुंह खोलो तो एक शब्द भी झूठ का नहीं निकले. ഇന്നത്തെ കാലത്തിന്റെ പ്രത്യേകത, വി ഫോക്കസ് സോ മച്ച് ഓഫ് കരിസ്മ ആൻഡ് വി ഫൊർഗെറ്റ് അബൌട്ട് ക്യാരക്ടർ. हम चमत्कार के विषय में बहुत ध्यान करते हैं और चरित्र को छोड़ देते हैं. God doesn't want your charisma, he wants your character. वो आपके चमत्कार को नहीं देखना चाहता, आपका चरित्र देखता है. ഞാൻ പറയുന്ന വാക്കിന് വിലയുണ്ടോ? मेरे जो शब्द मुंह के हैं, എൻ്റെ ചിന്തകളിൽ വിശുദ്ധിയുണ്ടോ? मेरे जीवन के अंदर पवित्रता है या नहीं? ഇല്ലെങ്കിൽ ഇന്ന് അനുതാപത്തോടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് വരണം. और नहीं तो पश्चाताप करके पलट जाए. ദൈവം ഉപയോഗിക്കുന്ന മനുഷ്യൻ परमेश्वर ऐसे का उपयोग is करता है. not the most charismatic man, वो वैसे चमत्कार करने वाले व्यक्ति का नहीं, but he is a man of character. लेकिन उसका जिसका चरित्र भला है. അങ്ങനത്തെ ഒരു മനുഷ്യനാണോ? क्या आप ऐसे व्यक्ति हैं? പൂർണ്ണരാണോന്ന് ഞാൻ ചോദിക്കുന്നില്ല. सिद्ध है या नहीं? പൂർണ്ണനല്ലെന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. मैं और आप दोनों जानते हैं हम सिद्ध नहीं हैं. എന്നാൽ ഇന്ന് കർത്താവിനോട് പറയണം, लेकिन കർത്താവേ, आज प्रभु से कहें, हे प्रभु, എന്നെ കാണുമ്പോൾ जब मुझे लोग देखें, ആളുകൾ ചോദിക്കണം, लोग मुझसे ये पूछें what is wrong with him? तो उसके साथ क्या गड़बड़ी है? He speaks nothing but the truth. वो और कुछ नहीं बोलता, केवल सत्य ही ഒരു बोलता. വിശ്വാസിയുടെ മനസാക്ഷി അങ്ങനെ ആയിരിക്കണം പ്രിയമുള്ളവരെ. एक विश्वासी का विवेक ऐसा ही होना चाहिए. അങ്ങനെയുള്ള ഒരു മനുഷ്യനെ ऐसे व्यक्ति का ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്തട്ടെ. एक बात और कहकर के मैं रोक. 13-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യം, उसका 13वें का അവസാനത്തെ വാക്യമാണ് നെഹമ്യാവിന്റെ പുസ്തകത്തിൽ. नहम्याह की किताब का अंतिम वाक्य देखिए. He asks, वो मांगा, he cares, वो चिंता करता he है, prays, वो प्रार्थना करता है, then he leads. और वो दिशा देता है, He is a man of integrity. और वो एक खरा जीवन है. അവസാനം പറയുന്നത്, अंत में कहता है, പറയുന്നത് കേട്ടോണം, उसके कहने का देखिए, 31-ാമത്തെ വാക്യത്തിൽ, उसके 31वें आयत देखिए. എൻ്റെ ദൈവമേ, हे मेरे परमेश्वर, ഇത് എനിക്ക് നന്മയ്ക്കായിട്ട് ഓർക്കണമേ. मेरी भलाई के लिए मुझे मत भूलना. അവസാന നെഹമ്യാവ് പ്രാർത്ഥിക്കുകയാണ്, अंतिम प्रार्थना कहता है, കർത്താവേ എന്നെ ഓർക്കണമേ. हे प्रभु मुझे स्मरण. അതെന്നെ അങ്ങനെ പ്രാർത്ഥിക്കാൻ वैसा കാരണം, प्रार्थना क्यों करता है? നെഹമ്യാവിന്റെ പുസ്തകം നാം വായിക്കുമ്പോൾ नहम्याह की किताब ഓ को जब വലിയ ഉണർവിന്റെ ഒരു പിക്ചറാണ് നമ്മൾ കാണുന്നത്. हम बड़ी जागृति की किताब की മതിലുകൾ പണിതു, उसने दीवारें बनाई, ആരാധന നടക്കുന്നു, आराधना हो रही है, ആളുകൾ സന്തോഷിക്കുന്നു. लोग आनंदित हैं. പക്ഷേ 13-ാമത്തെ അധ്യായം लेकिन 13वें अध्याय में അങ്ങനല്ല അവസാനിക്കുന്നത്. अंतिम में ऐसा नहीं है. എങ്ങനെ അവസാനിക്കുന്നത്? हे प्रभु, നെഹമ്യാവ് തന്റെ പണിയെല്ലാം തീർത്തു കഴിഞ്ഞപ്പോൾ पूरे काम को समाप्त करने തിരിച്ച് के बाद ബാബിലോണിലേക്ക് പോയി. बाबिलोन जा करके അതിനുശേഷം യെരുശലേം തിരിച്ചു കാണാൻ വന്നു. फिर से यरूशलेम में आया. വന്നപ്പോ കണ്ടതെന്താ? वो आकर के क्या देखता है? 10-ാമത്തെ അധ്യായത്തിൽ നെഹമ്യാവ് തന്റെ മക്കളെയും കുറിച്ച് ജനത്തെയും കൊണ്ട് ശപഥം ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. 10वें अध्याय में अपने लोगों से उसने एक शपथ दिलवाई थी. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ മിശ്രവിവാഹത്തിന് കൊടുക്കരുത്, अपने बच्चों को दूसरों के बच्चों के साथ विवाह में मत देना, ന്യായപ്രമാണം വിട്ടുപോകരുത്, तुम अपने न्याय व्यवस्था को मत छोड़ना, ആരാധന മുടക്കരുത്. आराधना मत भूलना. 13-ാമത്തെ അധ്യായത്തിൽ 13वें अध्याय में അത് ഞാനൊന്ന് വായിക്കട്ടെ. मैं उसको पढ़ना चाहता 23-ാമത്തെ വാക്യം, 13-ാമത്തെ അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം. हूं. 13वें अध्याय का 23वां वचन. ആ കാലത്ത് ഞാൻ അസ്തോദ്യരും അമോന്യരും മോവാബ്യരുമായ സ്ത്രീകളെ വിവാഹം കഴിച്ച യഹൂദന്മാരെ കണ്ടു. उन्हीं दिनों मैंने ऐसे अनेक यहूदियों को देखा जिन्होंने गैर यहूदी कौम अशदोदी, अम्मोनी और मोआबी कौम की कन्याओं से विवाह किया. അതിന്റെ പ്രശ്നം എന്താണെന്ന് 24-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. उसका 24वीं आयत में देखिए क्या लिखा है. അവരുടെ മക്കൾ പാതി അസ്തോദ്യ ഭാഷ സംസാരിച്ചു, അവർ അതത് ജാതികളുടെ ഭാഷയല്ലാതെ യഹൂദ്യ ഭാഷ സംസാരിപ്പാൻ അറിഞ്ഞില്ല. उनके आधे बच्चे अशदोदी भाषा बोलते थे, यहूदा प्रदेश की यहूदी भाषा नहीं जानते थे. എന്താ സംഭവിച്ചെന്നറിയാവോ? आपको मालूम है क्या हुआ? അടുത്ത തലമുറയ്ക്ക് ന്യായപ്രമാണം വായിക്കാൻ അറിഞ്ഞുകൂടാ. अगली पीढ़ी जो थी न्याय व्यवस्था पढ़ना भी नहीं जानती. അയ്യോ, ഉണർവ് നടന്നതല്ലയോ? जागृति तो हुई थी, വലിയ ആരാധന നടന്നതല്ലയോ? आराधना भी हुई. അറിയുന്നതിന് മുമ്പ്, इसके पहले ഒരു തലമുറ കടന്നു പോകുന്നതിന് മുമ്പ് एक पीढ़ी के आगे बढ़ने के पहले പഴയതിലേക്ക് മടങ്ങിപ്പോയ ഒരു ജനം ये पुराने समय में लौट गए लोग. വീണ്ടും കർത്താവിന്റെ ദാസൻ വരികയാ. ये फिर से प्रभु का दास कहता है, ഉള്ളുരുകുന്നു, मेरा हृदय पिघल रहा, കണ്ണ് നിറയുന്നു, मेरी आंखें भर रही. ആളുകളോട് പറയാ, लोगों से कहता है, നിങ്ങൾ മാനസാന്തരപ്പെടണം, तुम मन परिवर्तन നിങ്ങൾ करो, മടങ്ങി വരണം. तुम लौट करके आओ. അതെല്ലാം കണ്ടു ये കഴിഞ്ഞിട്ടാണ് सब देख करके നെഹമ്യാവ് പറയാ, अंत में नहम्याह കർത്താവെ कहता എന്നെ है, ഓർക്കണമേ. हे प्रभु तू मुझे स्मरण कर. സകലരും
വിട്ടുപോകുമ്പോൾ, जब सब लोग छोड़ करके चले जाएं, എല്ലാവരും തലയും കുത്തി നിൽക്കുമ്പോൾ सब लोग उल्टा खड़े हो जाएं, ദൈവവുമായിട്ടുള്ള തന്റെ ബന്ധം നഷ്ടപ്പെടുത്താത്ത നെഹമ്യാവ്, अपने संबंधों को परमेश्वर के साथ कभी टूटने नहीं देते। ഉണർവിന്റെ ഭാഗമായിരുന്ന പലരും ഇതൊക്കെ വിട്ടുപോയി, जब जागृति में शामिल कई लोग छोड़ के चले गए, പഴയതിലേക്ക് മടങ്ങിപ്പോയി, पुरानी बातों में लौट गए, അപ്പോഴും फिर भी ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന നെഹമ്യാവ്, प्रभु के लिए खड़ा होने वाला व्यक्ति, ഇനി ആരും കൂടെ വന്നില്ലെങ്കിലും, अगर मेरे साथ कोई भी ना आए, പാട്ടുകാരൻ പറഞ്ഞു എല്ലാരും കൈവിട്ടാലും जब सब लोग मुझे छोड़ दें, ക്രിസ്തുവെ ഞാൻ പിൻചെല്ലും. मैं फिर भी प्रभु के ഇനി पीछे ആരൊക്കെ चलूंगा। എൻ്റെ കൂടെ വന്നാലും, कोई मेरे पीछे आए, ഇനി ആരൊക്കെ വിട്ടാലും कोई भी छोड़कर चला ഞാൻ जाए, ക്രിസ്തുവിനെ मैं मसीह के പിൻചെല്ലും. पीछे चलूंगा। എങ്ങനെ നെഹമ്യാവ് തുടങ്ങിയെന്നറിയാമോ? आपको मालूम है नहम्याह की शुरुआत क्या था? തനിയെ തുടങ്ങി. अकेले चालू हुआ। പ്രവർത്തനം വർദ്ധിച്ചു വന്നപ്പോൾ കൂടെ കുറെ പേരുണ്ടായിരുന്നു. जब काम चालू हो गया तो कई लोग साथ में आ गए। 13-ാമത്തെ അധ്യായം അവസാനിക്കുമ്പോൾ 13वें अध्याय के अंत में कहता है നെഹമ്യാവ് പിന്നെയും തനിയെയാണ്. वो फिर से अकेला हो गया। മറക്കരുത് പ്രിയമുള്ളവരെ, भूलना नहीं मेरे the प्रियो, saint must walk alone. एक भक्त हमेशा अकेले चलने वाला बने। ഭക്തൻ തനിയെ നടക്കേണ്ടി വരും. एक भक्त को हमेशा अकेले ഉണർവിന്റെ അനുഭവം ഉണ്ടാകണമെങ്കിൽ अगर अगर जागृति का अनुभव चाहते हैं, ഭക്തൻ തനിയെ നടക്കണം. एक भक्त अकेले चले। എല്ലാരും നടക്കുന്നത് പോലെ നടക്കാനൊക്കത്തില്ല. जैसा सब चलते हैं वैसा എല്ലാരും आप नहीं കൂടുമ്പോൾ चल सकते। കൂടാനൊക്കത്തില്ല. जब जहां सब लोग मिलते हैं आप नहीं जा सकते। തനിയെ നടക്കണം, अकेले चलना है, തനിയെ നടക്കണം. अकेले चलना है। അതിന് അവസാനം നെഹമ്യാവ് പ്രാർത്ഥിക്കുക, और अंत में ये प्रार्थना करता है, കർത്താവേ എന്നെ ഓർക്കണമേ. हे प्रभु तू मुझे स्मरण कर। ഞാനൊരു കാര്യം പറയാം, मैं एक बात आपसे ഈ നെഹമ്യാവിന്റെ പുസ്തകത്തിലല്ലാതെ നെഹമ്യാവിനെ കുറിച്ച് പിന്നീട് വേറെ ആരും ഒരു പ്രാവശ്യം പോലും ഏറ്റു പറഞ്ഞിട്ടില്ല. नहम्याह की किताब में नहम्याह के अलावा और कहीं भी आप नहम्याह के नाम को नहीं ഒരു पढ़ते। അപ്പോസ്തലൻ നെഹമ്യാവിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. कोई प्रेरित भी नहीं बोलता, വേറെ ഒരു മനുഷ്യനും നെഹമ്യാവിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല ഈ പുസ്തകത്തിൽ. कोई दूसरा व्यक्ति भी इनके बारे में नहीं बोलता। ഒരു പക്ഷേ മറന്നുപോയി കാണും എന്ന് വിചാരിക്കാൻ സാധ്യതയുണ്ട്. मैं सोचता हूँ कि लोग भूल गए, പക്ഷെ ദൈവത്തിന്റെ ഭക്തനെ ദൈവം മറക്കത്തില്ല. हालेलुया, लेकिन प्रभु अपने भक्त को कभी नहीं भूलता, ദൈവം മറക്കത്തില്ല. वो कभी नहीं भूलेगा। ഇപ്പോൾ അപ്പ പറഞ്ഞത് നിർത്തിയല്ലോ, अभी मेरे पिताजी ने इसका ഇനി ഞങ്ങൾ അങ്ങ് മറന്നാലും अगर हम भूल भी जाए, മറക്കാത്തൊരു ദൈവം. हमें न भूलने वाला एक രാജസ്ഥാനെ കുറിച്ച് പറഞ്ഞപ്പോൾ प्रभु। राजस्थान के बारे ഡോക്ടർ में ജോർജിയും ഡോക്ടർ മിനിയെ കുറിച്ചും അവിടെ പ്രവർത്തിച്ച അനേകർ ഇവിടെ ഉണ്ട് ഈ കൂട്ടത്തിൽ തന്നെ. डॉक्टर जॉर्जिया मिनी और दूसरे कई लोग यहाँ पर भक्त लोग പക്ഷെ बैठे हैं। പേര് പറയാത്ത അനേകരും കാണുമെന്ന് എനിക്ക് ഉറപ്പാണ്. मैं ये सोचता हूँ कि ऐसे भी कई लोग हैं जिनका नाम ഇല്ലയോ? ആ उद्धृत नहीं മൂലയിൽ നിന്നൊക്കെ പ്രവർത്തിക്കുന്ന ആരെങ്കിലും ഒക്കെ കാണത്തില്ലയോ? किया। मैं जानता हूँ कि कई लोग यहाँ बैठे होंगे, വെള്ളം കോരുവാൻ അനുവാദം കൊടുക്കാതിരിക്കുന്ന കുറെ പേര്, ഇല്ലയോ? ऐसे लोग जो पानी ढोने के लिए സ്കൂളിൽ अनुमति नहीं देते। സ്കൂളിൽ കയറാൻ അനുവാദം കൊടുക്കാത്ത ചില പിള്ളേരുണ്ട്, അവരുടെ പേര് പോലും അറിഞ്ഞുകൂടാ. हम ऐसे बच्चों को नहीं जानते जो स्कूल में प्रवेश नहीं पा ദൈവം മറക്കത്തില്ല കേട്ടോ. परमेश्वर नहीं भूलता। കർത്താവിന് വേണ്ടി എവിടെങ്കിലുമൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ अगर कहीं भी आप अकेले प्रभु के लिए खड़े हैं, കർത്താവ് മറക്കത്തില്ല. वो कभी नहीं भूलता। കർത്താവിന് വേണ്ടി ചില നിലപാടുകൾ ആമേൻ. സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ प्रभु के लिए एक सच्चा कदम जब आप उठाते കർത്താവ് हैं, മറക്കത്തില്ല. वो नहीं भूलता। കർത്താവിന് വേണ്ടി നിന്ദ സഹിച്ചിട്ടുണ്ടെങ്കിൽ अगर परमेश्वर के लिए आपने निंदा सही है, കർത്താവ് മറക്കത്തില്ല. वो नहीं भूलेगा। കർത്താവിന് വേണ്ടി ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തിട്ടുണ്ടെങ്കിൽ प्रभु के लिए आपने एक गिलास पानी दिया है, കർത്താവ് മറക്കത്തില്ല. प्रभु नहीं भूलता। നെഹമ്യാവ് പ്രാർത്ഥിക്കുക, കർത്താവ് ഇനി ആരും മറന്നാലും കുഴപ്പമില്ല, നീ മറക്കരുതേ. नहम्याह कहता है, प्रभु ये सब लोग भूल जाएं लेकिन आप स्मरण रखना। God is looking for one man. परमेश्वर उस एक व्यक्ति को देख रहा है। ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താൻ मैं ആഗ്രഹിക്കുന്നു. जल्दी से एक बात और कह करके रोकना चाहता हूँ। ആളുകൾ മറക്കാൻ സാധ്യതയുണ്ട്, कल हम इसको भूल सकते हैं। പക്ഷെ ദൈവത്തിന്റെ ഭക്തന്മാരെ ഒരിക്കലും മറക്കത്തില്ല. परमेश्वर अपने लोगों को, भक्तों को नहीं भूलता। പ്രായമുള്ള ഒരു പട്ടക്കാരൻ एक बुजुर्ग था, एक पुरोहित, തന്റെ ശുശ്രൂഷകളൊക്കെ നിവർത്തിച്ച് റിട്ടയർമെന്റിലേക്കും നീങ്ങാൻ പോകുകയാണ്. वो अपने रिटायरमेंट की उम्र तक पहुंच चुके हैं। എന്നാൽ റിട്ടയർമെന്റിന്റെ കുറച്ച് നാളുകൾക്ക് മുമ്പ് लेकिन अपने रिटायरमेंट के कुछ समय पहले സഭ കമ്മിറ്റിയൊക്കെ കൂടി कमेटी आ गई ഇംഗ്ലണ്ടില और इंग्लैंड में हुआ। വന്ന് ഈ പട്ടക്കാരനോട് പറഞ്ഞു, इनसे कहा, അച്ഛൻ ഈ ചർച്ച് വിട്ടു പോകണം. आप इस कलीसिया को छोड़ दीजिए। അപ്പോൾ പ്രായമുള്ള പട്ടക്കാരൻ ചോദിച്ചു, അതെന്നാ? जब इस बुजुर्ग पादरी साहब ने पूछा, ऐसा क्यों? ഇത്രയും വർഷം ഇവിടെ നിന്ന് വേല ചെയ്തു, आपने इतने साल यहाँ मेहनत की है ना, ഇവിടെ ആരും ആളുകൾ കൂടിയിട്ടില്ല, यहाँ तो कोई लोग जुड़े भी नहीं, പുതുതായി വന്ന വിശ്വാസികൾ ആരും തന്നെ ഇല്ല, नए नए विश्वासी कोई है ही नहीं यहाँ, ആകെ കൂടെ ഉള്ളത് ഒരു ചെറിയ ബാലൻ മാത്രം. एक छोटा सा बालक मात्र है यहाँ पर। അതുകൊണ്ട് അച്ഛൻ സ്ഥലം വിടണം. इसलिए पादरी साहब आप इस कलीसिया को छोड़ दीजिए। ഈ പ്രായമുള്ള പട്ടക്കാരന്റെ നെഞ്ചു പൊട്ടി. इस बुजुर्ग का दिल टूट गया।
ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, हे प्रभु, प्रार्थना की ആ ആൾത്താരുടെ മുമ്പിൽ മുട്ടുകുത്തി वेदी के सामने वो घुटने टेक കരഞ്ഞുകൊണ്ട് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, रोते हुए प्रभु से कहा, हे प्रभु, ഞാൻ ഇത്രയും നാൾ നിന്നെ വിശ്വസ്തമായി സേവിച്ചത് നീ കണ്ടില്ലയോ? हे प्रभु, मैंने विश्वास योग्यता के साथ आपकी सेवा की है, എന്നാൽ ആവോളം ഞാൻ പ്രയത്നിച്ചു. मैंने अपनी पूरी मेहनत यहाँ पर की है. ഇപ്പോൾ ഇവരെന്നോട് പറയാ നിന്നെ വേണ്ടെന്ന്. अब ये लोग मुझसे कहते हैं नहीं चाहिए. കർത്താവേ, हे प्रभु, നീ എന്നെ കണ്ടല്ലോ, आपने मुझे देखा है ना, അത് മതി. मुझे बस यही. പ്രാർത്ഥന തീരുന്നതിന് മുമ്പ് प्रार्थना खत्म होने के ഈ ഒരു ബാലൻ മാത്രമാണല്ലോ ഇതിനകത്ത് അഡിഷൻ ആയത്. एक लड़का ही उस कलीसिया में नया जुड़ा था, ഒരേ ബാലൻ. एक छोटा सा. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ പട്ടക്കാരന്റെ കുപ്പായത്തിൽ വന്ന് ഒന്ന് തോണ്ടി, ഒന്ന് വലിച്ചു. इस पादरी साहब के पीछे उनके कपड़ों के आकर के झकोर करके തിരിഞ്ഞു നോക്കിയപ്പോൾ ഈ ചെറുപ്പക്കാരൻ, ഈ ചെറിയ ബാലൻ, ചെറുപ്പക്കാരനല്ല ചെറിയ ബാലൻ, पलट करके देखा तो वही छोटा सा लड़का. അപ്പൊ ആ പയ്യനോട് ചോദിച്ചു, റോബർട്ട്, വാട്ട് ഡു യു വാണ്ട്? रॉबर्ट, तुम क्या चाहते हो? കണ്ണ് നിറഞ്ഞിരിക്കുക. आंखें तो भरी हैं. അപ്പോൾ ആ ബാലൻ പറഞ്ഞു, बच्चे ने पूछा, बोला, അച്ഛാ, എനിക്ക് ഒരു മിഷണറി ആകണം. उसने कहा, मैं एक मिशनरी बनना चाहता हूँ. ഈ പട്ടക്കാരൻ ഈ കുഞ്ഞിനെ അങ്ങ് ചേർത്ത് പിടിച്ചു. पादरी साहब ने उसको गले लगा लिया. ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, गले लगा करके उससे कहा, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ മകനെ. प्रभु तुम्हें आशीष दे. അത് കഴിഞ്ഞ് പട്ടക്കാരൻ ആ ചർച്ച് വിട്ടുപോയി. वो पादरी साहब को तो कलीसिया छोड़नी पड़ी. പട്ടക്കാരൻ്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ. उसका नाम भी मुझे नहीं मालूम. അനേക വർഷങ്ങൾ കഴിയുമ്പോൾ कई वर्षों के बाद ആഫ്രിക്കയിൽ നിന്നൊരു കപ്പൽ ഇംഗ്ലണ്ടിൽ വന്ന് अफ्रीका में एक जहाज इंग्लैंड में आ रहा था. അതിൽ നിന്നൊരു മിഷണറി റോബർട്ട് മോഫറ്റ് ആണ് ഇറങ്ങി വരുന്നത്. रॉबर्ट मॉफेट नाम का एक मिशनरी उतर करके आ रहा. അദ്ദേഹത്തിന് അനേക സഭകൾ വിളിച്ചിട്ടുണ്ട് സംസാരിക്കാൻ. उनको कई कलीसियाओं ने प्रचार करने के लिए बुलाया. അദ്ദേഹം ഇങ്ങനെ അയലിലൂടെ നടന്നു വരുമ്പോൾ ആളുകൾ മിണ്ടാതെ എഴുന്നേറ്റ് നിൽക്കും. और वो जब प्रवेश करता है तो लोग चुपचाप उसके सामने खड़े हो जाते हैं. അദ്ദേഹത്തിന്റെ പേര് പറയുന്നത് പോലും വലിയ ആദരവോടാണ്, റോബർട്ട് മോഫറ്റ്. और उस रॉबर्ट नाम को बड़े आदर के साथ में लोग लेते थे. ആഫ്രിക്ക എന്ന് പറയുന്ന ഭൂഖണ്ഡത്തെ സുവിശേഷം കൊണ്ട് പ്രകാശം പരത്തിയ വിശ്വസ്തനായ ദാസനാണ് ഈ ചെറിയ ബാലൻ റോബർട്ട് മോഫറ്റ്. यही छोटा सा बालक रॉबर्ट जो था अफ्रीका में उस अंधकार में प्रकाश लाने वाला. റോബർട്ട് മോഫറ്റിനെ കണ്ടാണ് ഡേവിഡ് ലിവിങ്സ്റ്റൺ പോകുന്നത്. और उसको देख करके डेविड लिविंगस्टन सामने आया. അങ്ങനെ ആഫ്രിക്കയിൽ ഇന്ന് കർത്താവിന്റെ സുവിശേഷം എത്തിയിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ ബാലൻ കാരണമാണ്. और अगर अफ्रीका में सुसमाचार पहुंचा है तो उस छोटे से लड़के के ഇന്ന് कारण. എനിക്കും നിങ്ങൾക്ക് അറിയാവുന്ന പേരാണ് റോബർട്ട് മോഫറ്റ്. मैं और आप रॉबर्ट मॉफेट को तो कई बार എനിക്കും നിങ്ങൾക്ക് അറിയാവുന്ന പേരാണ് ഡേവിഡ് ലിവിങ്സ്റ്റൺ. डेविड लिविंगस्टन को भी हम जानते हैं. ആ പട്ടക്കാരന്റെ പേര് ആർക്കും അറിഞ്ഞുകൂടാ. उस पादरी के नाम को आज तक कोई नहीं जानता. പക്ഷെ ഞാനൊന്ന് പറയട്ടെ, लेकिन मैं आपको बताना चाहता സ്വർഗത്തിന്റെ പുസ്തകത്തിൽ हूं, स्वर्ग में उसका नाम വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട് ആ പേര്. स्पष्ट रूप से उसका नाम उद्धरित है. അതിന്റെ കാരണം उसका कारण, ദൈവത്തിന്റെ ഭക്തനെ ദൈവം മറക്കത്തില്ല. प्रभु अपने भक्तों को नहीं भूलता. നിങ്ങൾ ചിലപ്പോൾ ഒരു മൂലയിലിരുന്ന് കർത്താവിനെ സേവിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കാം. हो सकता है आप कहीं किसी कोने में बैठ करके सेवा करना ആരും चाहते അറിയുന്നില്ല രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നത്. हैं. कोई नहीं जानता आप सवेरे 3 बजे उठ करके दुआ करते ജോലിക്ക് വന്ന ആ കൂട്ടു സഹോദരനോട് സുവിശേഷം പറഞ്ഞത് ആരും അറിഞ്ഞില്ല. हैं. आपने अपने दोस्त से सुसमाचार सुनाया, कोई नहीं जानता. നിങ്ങൾക്ക് വലിയ പബ്ലിക് മിനിസ്ട്രി ഒന്നും കാണത്തില്ലായിരിക്കാം. सार्वजनिक सेवकाई शायद आपके वश में नहीं. സ്വർഗം നിങ്ങളുടെ പേര് ഓർത്തിരിക്കും. स्वर्ग आपके नाम को याद. നെഹമ്യാവിന് ഒറ്റ പ്രാർത്ഥനയുള്ളൂ, नहम्याह की केवल एक ही प्रार्थना है, കർത്താവേ, हे प्रभु എന്നെ മറക്കരുത്. मुझे स्मरण, വേറെ ആര് മറന്നാലും भले दूसरे भूल जाएं, നീ മറക്കരുത്. हे प्रभु तू मत भूलना. ദൈവം ഉപയോഗിക്കുന്ന മനുഷ്യൻ प्रभु ऐसे व्यक्ति का उपयोग करता है, ഒന്ന് അവൻ ചോദിക്കുന്നു, അന്വേഷിക്കുന്നു, वो पूछता है, അവൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു. वो जिम्मेदारी लेता है, He takes responsibility. वो जिम्मेदारी लेता है, അവൻ പ്രാർത്ഥിക്കുന്നു. प्रार्थना करता है, അനുതാപത്തിന്റെ പ്രാർത്ഥന, उसके पश्चाताप की प्रार्थना, വചനത്തിന്റെ പ്രാർത്ഥന. वचन की प्रार्थना. അത് മാത്രമല്ല, केवल यही he नहीं, leads. वो दिशा निर्देशित करता है, മുമ്പിൽ നിൽക്കാൻ തയ്യാറാണ്. आगे अकेले रहता है, അവസാനമായി अंत में he is a man of integrity. वो एक खरा व्यक्ति है. അങ്ങനെയുള്ള മനുഷ്യനെ ऐसे व्यक्ति का उपयोग ദൈവം അന്വേഷിക്കുന്നു. परमेश्वर ढूंढ रहा है. അങ്ങനെ ഒരാളിനെ കിട്ടിയാൽ ऐसे व्यक्ति को अगर प्रभु पाले, മുൻമഴയും പിന്മഴയും അയച്ച് കർത്താവ് നമ്മുടെ ദേശത്തെ അനുഗ്രഹിക്കും. आदि और अंतिम की वर्षा भेज करके प्रभु उपयोग करेगा. ക്രൂശും എടുത്തിനി ഞാനൻ क्रूस उठा करके യേശുവെ പിൻചെല്ലും. मैं यीशु के पीछे ഇനി ആരും കൂടെ വന്നില്ലെങ്കിലും भले ही कोई मेरे साथ में ना കർത്താവെ आए. നീ മതിയല്ലോ. हे प्रभु मैं केवल तुझे चाहता വേറെ ആരും എൻ്റെ കൂടെ സൈഡ് പിടിച്ചില്ലെങ്കിലും हूं. भले ही कोई मेरे साथ में ना आए, നീ മതിയല്ലോ. मैं केवल तुझे चाहता हूं. ഇന്ന് നാം ആയിരിക്കുന്ന സ്ഥലത്ത് ഒന്ന് പ്രാർത്ഥിക്കാമോ? क्या हम जहां बैठे हैं आप ये प्रार्थना കർത്താവെ करेंगे, ആ മനുഷ്യൻ ഞാനാകട്ടെ. हे प्रभु वो व्यक्ति मैं बन जाऊं.
പല ചരിത്രങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഇനിയും കേൾക്കാൻ പോകുന്നു നാളെ. आपने कई इतिहास के बारों को पढ़ा है, कल भी सुनेंगे. ദൈവത്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത ചില പുരുഷന്മാർ, ചില സ്ത്രീകളുടെ സാക്ഷ്യം. आप ऐसे व्यक्तियों की गवाही सुनेंगे जिन्होंने अपने हाथों को प्रभु के हाथों में दे दिया. അങ്ങനെ ഒരു സാക്ഷ്യം നമുക്കും ഉണ്ടാകട്ടെ. हमारे जीवन में भी ऐसी ही गवाही बन जाए. ദൈവം അതിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ. प्रभु उसके लिए हमारी मदद. സമർപ്പിച്ചുകൊണ്ട്, समर्पण के साथ, തീരുമാനമെടുത്തുകൊണ്ട് एक निर्णय लेकर കർത്താവിനോട് പറയണം, प्रभु से कहें, കർത്താവേ, ആ മനുഷ്യൻ ഞാനാകട്ടെ. हे प्रभु, वो व्यक्ति मैं बन जाना चाहता हूँ. തലകളെ വണക്കാം. सिर झुकाएंगे. ക്രൂശും എടുത്തിനി ഞാനെൻ യേശുവെ പിൻചെൽകയാ പാരിൽ പരദേശിയായി ഞാൻ മോക്ഷവീട്ടിൽ പോകയാ ക്രൂശും എടുത്തിനി ഞാനെൻ യേശുവെ പിൻചെൽകയാ പാരിൽ പരദേശിയായി ഞാൻ മോക്ഷവീട്ടിൽ പോകയാ ജീവനൻ പേർക്കായി വേടിഞ്ഞ നാഥനെ ഞാൻ പിൻചെല്ലും എല്ലാരും കൈവിട്ടാലും കൃപയാൽ ഞാൻ പിൻചെല്ലും ജീവനൻ പേർക്കായി വേടിഞ്ഞ നാഥനെ ഞാൻ പിൻചെല്ലും എല്ലാരും കൈവിട്ടാലും കൃപയാൽ ഞാൻ പിൻചെല്ലും. എല്ലാവർക്കും സാവധാനം എഴുന്നേറ്റ് നിൽക്കാം. കേട്ട തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ അനുഗ്രഹീതമായ വചനം ദൈവം തൻ്റെ വൈതലിലൂടെ നമ്മളെ കേൾപ്പിച്ചു. ദൈവം ഇടപെടാത്ത ഒരു വ്യക്തിയെങ്കിലും ഇതിൻ്റെ അകത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു. ദൈവം ഉപയോഗിക്കുന്ന മനുഷ്യൻ, അത് ഞാനായിരിക്കാൻ ഏത് പ്രായവുമായിക്കൊള്ളട്ടെ, ഏത് കോണിലുമായിക്കൊള്ളട്ടെ, ആരും അറിയണ്ട, പക്ഷെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്ന സ്വർഗം മറക്കാത്ത ജീവിതമായി അതിനെന്നെ അടിയനെ വ്യക്തിപരമായി പ്രാർത്ഥിക്കാം. ഈ പാട്ടിൻ്റെ ഇരടികൾ റിപ്പീറ്റ് ചെയ്യുന്നു. സമർപ്പണത്തോടെ പ്രാർത്ഥിക്കും. അപ്പോൾ ആ പാടും. അതിനുശേഷം സാബു ജേക്കബ് വന്ന് പ്രാർത്ഥിക്കും. ശേഷം ബഹുമാനപ്പെട്ട അച്ഛന്മാരിൽ ഒരാൾ ആശീർവാദം പറയും. ക്രൂശും എടുത്തിനി ഞാനെൻ യേശുവെ പിൻചെൽകയാ പാരിൽ പരദേശിയായി ഞാൻ മോക്ഷവീട്ടിൽ പോകയാ ക്രൂശും എടുത്തിനി ഞാനെൻ യേശുവെ പിൻചെൽകയാ പാരിൽ പരദേശിയായി ഞാൻ മോക്ഷവീട്ടിൽ പോകയാ ജീവനൻ പേർക്കായി വേടിഞ്ഞ നാഥനെ ഞാൻ പിൻചെല്ലും എല്ലാരും കൈവിട്ടാലും കൃപയാൽ ഞാൻ പിൻചെല്ലും
ജീവനൻ പേർക്കായി വേടിഞ്ഞ നാഥനെ ഞാൻ പിൻചെല്ലും. എല്ലാരും കൈവിട്ടാലും കൃപയാൽ ഞാൻ പിൻചെല്ലും.